നാം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദൈവജീവനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ്റെ മാനവരാശിയുടെ ഒരു നയിക്കുവാനുള്ള വെളിച്ചമായി തീർന്നു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചം യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ വചനമാകുന്നു നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാം വാക്യത്തിൽ നമ്മൾ കേട്ടത് ആഴത്തിനുമേൽ ഇരുളുണ്ടായിരുന്നു, അത് പൈശാചിക ലോകമാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചം വീശുവാൻ വേണ്ടിയാണ് കർത്താവ്, ജീവനായിരുന്ന കർത്താവ് വെളിച്ചമായി നമുക്ക് ലോകത്തിലേക്ക് വന്നത്. ഞാൻ അത്രയും പറഞ്ഞത് വിടുകയാണ്. നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന വിഷയം, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിൽ വീണ മാനവരാശി, അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ രണ്ട് ഭാഗങ്ങളും, ആത്മദേഹി ഭാഗങ്ങളൊക്കെ ഇനി വളരെ എന്താ പറയുക നിർമ്മലമായിരുന്നു. സഭാപ്രസംഗം 7:29 പറയുക, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങൾ തേടിപ്പോയെന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. എന്നാൽ പാപം നിമിത്തം അവൻ്റെ ദേഹി മലിനപ്പെട്ടുപോയി, അവൻ്റെ ആത്മാവ് മരിച്ചുപോയി, ശരീരം ഡീകേ സംഭവിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ട് വ്യത്യസ്തമായ ജീവിതങ്ങളാണ് പിന്നീട് മാനവരാശി കാണാൻ കഴിഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ ദൈവം വെച്ചിട്ട് പോലും അതിൽ വളരാൻ കഴിയാതെ വണ്ണം മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് മോശമായിപ്പോയി. അതാണ് മെയിൻ കാര്യം. മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് വളരെ പരിതാപകരമായ, ക്രിസ്തുവിനെ കൂടാതെയുള്ള തിരഞ്ഞെടുപ്പ് കാരണം, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള തിരഞ്ഞെടുപ്പ് കാരണം നഷ്ടപ്പെട്ടു പോയി നമുക്ക് ചരിത്രം അറിയാം. ഉൽപ്പത്തിയിൽ ഇതുപോലെ ദേഹമെല്ലാം നിർമ്മലമായിരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ കഴിയും. പിന്നീട് പാപനിമിത്തം മലിനപ്പെട്ടു പോയി, അവൻ്റെ ശരീരത്തിന് മരണം സംഭവിച്ചു, ഡീകേ സംഭവിക്കാൻ തുടങ്ങി, അവൻ്റെ ആത്മാവ് മരിച്ചുപോയി. ദേഹി സെക്കൻഡ് ഡെത്തിന് വേണ്ടി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായി പഠിച്ചതാണ്. മനുഷ്യൻ്റെ 3 ഭാഗത്തും മരണം കയറി വീണു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തിയിൽ തത്സമയം തന്നെ ആത്മാവ് മരിച്ചുപോയെന്നും, തുടർന്ന് ശരീരത്തിന് മരണം കയറി പിടിച്ചുവെന്നും, അതിനുശേഷം സെക്കൻഡ് ഡെത്തായ ദേഹിയുടെ മരണം സംഭവിക്കാൻ പോകുന്നത് 1000 ആണ്ടിന് ശേഷം വെള്ളസിംഹാസനായതിനു മുമ്പിലാണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവജീവൻ്റെ നഷ്ടമാണ് മാനവരാശിയെ ഇതുവരെ കുഴപ്പിച്ച് കളഞ്ഞ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത്രയും മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ്റെ ദേഹമല്ല. എന്നാൽ പാപം നിമിത്തം ശരീരത്തിന് ഡീകേ സംഭവിച്ചു പോയി, ദേഹി പിശാചിൻ്റെ അശുദ്ധ ഗുണങ്ങളാൽ മല്ലപ്പെട്ടു പോയി, അവൻ്റെ ആത്മാവ് ദൈവജീവൻ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. അതാണ് മരണമെന്ന് പറയുന്നത്. സത്യത്തിൽ മനുഷ്യൻ്റെ ആത്മാവ് ഇന്നും മനുഷ്യൻ്റെ അകത്തുണ്ട്. ഏത് ജാതികളുടെ അകത്താണെങ്കിൽ പോലും, ഏത് മനുഷ്യൻ്റെ അകത്താവട്ടെ, ആത്മാവ് ഇന്നും ലൈവ് തന്നെയാണ്. ദൈവജീവൻ നഷ്ടമായെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവം മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന അശുദ്ധിയെ അറിയുവാൻ, ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നത്, മരിച്ചുപോയ അല്ലെങ്കിൽ ജാതീയ മക്കളാണെങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നത് ആത്മാവിലൂടെയാണ്. കാരണം ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ബന്ധം നഷ്ടപ്പെട്ടു പോയതാണ്. അത്രയും മാത്രമേ ഉള്ളൂ നമുക്കറിയാം. ഇതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവജീവന്റെ പ്രാധാന്യം നമുക്ക് വരുന്നത്, അല്ലേ? ഇതുപോലെ പാപനിമിത്തം വന്നുപോയ മാനവരാശിയെ ആദ്യമായി കർത്താവ് ചെയ്തത് മനുഷ്യൻ്റെ അകത്തേക്ക് ആത്മാവ്, ദൈവത്തിന് ജീവൻ പകർന്നു. ആത്മാവിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെയൊക്കെ പൊതുവെ എല്ലാ സഭയുടെ വിശ്വാസം, കർത്താവ് വരുമ്പോൾ അങ്ങനെ പോകും, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ല വേദോസം പഠിപ്പിക്കുന്നത്. എല്ലാം അതിൻ്റെ പ്രോസസ് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ദേഹിക്ക് യാതൊരു മാറ്റമില്ല, ശരീരത്തിനും യാതൊരു മാറ്റമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോമർ 8:10 വാക്യം പറയുന്നു, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, അല്ലേ? ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും. അപ്പോൾ ഇന്നും അത് വീണ്ടെടുക്കാത്തത് കൊണ്ടാണ്. അതിന്നും ഡീകേ സംഭവിക്കുന്നത്, ദ്രവത്വം സംഭവിക്കുന്നത്, രോഗം വരുന്നത് പോലും അത് വീണ്ടെടുക്കാത്തത് കൊണ്ടാണ്. ആത്മാവിനൊന്നുമില്ല, കാരണം 100% ആത്മാവ് വീണ്ടെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ സത്യത്തിൽ കർത്താവ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവൻ തരാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവൻ ആത്മാവിലേക്ക് പകർന്ന് എത്രത്തോളം ദേഹിയെ വിട്ടുകൊടുക്കുന്നുവോ, എത്രത്തോളം നമ്മളെ ദേഹിയെ അല്ലെങ്കിൽ സ്വയത്തെ തകർക്കുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളെ മരിപ്പിക്കുന്നുവോ, അത്രത്തോളം ദൈവജീവൻ ദേഹിയിലേക്കും, ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കും, ശരീരത്തിൽ കൂടി ലോകത്തിലേക്കും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി. ഇതാണ് മനുഷ്യൻ എന്ന നിലയിൽ, ദൈവപുത്രൻ എന്ന നിലയിൽ നമുക്കുണ്ട് രണ്ട് പ്രവർത്തനങ്ങളാണ്. കർത്താവ് ദൈവപുത്രനായിരുന്നു, സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, അപ്പോൾ തന്നെ ഫുൾ അവൻ മനുഷ്യപുത്രനുമായിരുന്നു. ഇപ്പോൾ നമ്മളിത് 2 യുഗത്തിൽ 2 തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക്, അല്ലേ?
അതുകൊണ്ട് നമ്മുടെ എബ്രായരും 12-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്ക് പറയുന്നുണ്ട്, നമ്മളെ 8 തലങ്ങളിലാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ഇരിക്കുന്നത്. പഠിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. 8 തലങ്ങളിൽ, സ്വർഗീയ സിയോണിലും 1000 ദിവസങ്ങളുടെ നടുവിലും അല്ലേ, അതൊക്കെ പറഞ്ഞ് 8 സ്ഥലങ്ങളിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്നർ മാൻ അത്രമാത്രം വലിയ ഉയരങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ പുറമെയുള്ള നമ്മുടെ അല്ലേ ഈ കാണുന്ന ജഡമനുഷ്യൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ 2 വ്യത്യസ്തമായ ജീവിതങ്ങൾ. ഒന്ന്, അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തികഞ്ഞ മനുഷ്യപുത്രനായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. ആണോ ഇല്ലയോ? തികഞ്ഞ മനുഷ്യപുത്രൻ നമ്മൾ. കർത്താവ് നമ്മൾ അതിനുവേണ്ടി വിളിച്ച്, ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അല്ലേ, മനുഷ്യപുത്രനാകുവാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ നീളം കടന്നു വരാൻ ഇടയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാതെ ദൈവപുത്രൻ്റെ ആ വലിയ മഹത്വമൊക്കെ വെളിപ്പെടുമ്പോഴൊക്കെ നമ്മൾ അഹങ്കാരം വരും. അതുകൊണ്ട് തികഞ്ഞ ഒരു മനുഷ്യനായി തന്നെ കർത്താവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആത്മാവിൽ വന്ന ദൈവജീവൻ ദേഹത്തിലേക്ക് വ്യാപരിച്ച് അത് നമ്മളുടെ ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ അല്ലേ. ചിന്തകളല്ലേ വാക്കായിട്ട് വരുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ആ വാക്കായിട്ട് പുറത്തു വരുന്നത്, അത് പ്രവൃത്തിയായിട്ട് കയ്യിലൂടെ വരുന്നത് ചിന്തകളിലൂടെയാണ് ആരംഭിക്കുന്നത്. കൊണ്ട് അതിൻ്റെ എല്ലാം ഉറവിടം ദൈവജീവനാണെങ്കിൽ തീർച്ചയായും നമുക്ക് ക്രിസ്തീയ ജീവിതം നല്ല ഒരു മനോഹരമായ ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിക്കാൻ കഴിയുമെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവജീവൻ്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. ദൈവജീവൻ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ വരുമ്പോൾ മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല അല്ലേ. സമ്മർ ഡിസ്കൗണ്ട് വന്നപ്പോൾ ഞാനും ഫ്ലിപ്കാർട്ടിൽ കയറി കുറച്ചൊക്കെ വാങ്ങിയായിരുന്നു. അതുപോലെ കിട്ടാൻ പറ്റിയതൊന്നുമല്ല ദൈവജീവൻ. വേറെ വഴിയില്ല. നല്ല കളച്ച് മറിച്ച് അധ്വാനിക്കാതെ നമുക്ക് കിട്ടത്തുമില്ല. അതുപോലെ പന്നികളുടെ മുമ്പിൽ മുത്തുകളിട്ട് കൊടുക്കുക. കാരണം ഒരിക്കലും ഇട്ട് കൊടുക്കത്തില്ല. വെറുതെ വന്നാൽ കിട്ടത്തുമില്ല. ഇത്രയും പേർ വന്നത് കർത്താവിൻ്റെ ദൈവസന്നിധിയിൽ അത് ഏറ്റവും മഹത്വമായ കാര്യം തന്നെയാണ്. ജോർജ് ബ്രദർ പറയാ, ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇത് ഒറിജിനൽ, അത് സത്യമായിട്ട് ഒറിജിനൽ തന്നെയാണ്. കാരണം ഇത്രയും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ അകത്ത് എവിടെയൊക്കെയോ ആഴമായ ദൈവത്തോട് പ്രണയം തന്നെയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എന്താണെങ്കിലും ആ ദൈവജീവനിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ വളർന്നു വരികയാണ്. അത് വചനത്തിൽ മാത്രമേ ഉള്ളൂ. എത്രത്തോളം അവനെ അറിയുന്നുവോ അത്രത്തോളം ആ ദൈവജീവൻ്റെ വളർച്ചയിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നെ കൊണ്ട് ഇത്രയും വരക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ വരച്ച് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ എങ്ങാണെങ്കിലും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇന്നർ മാൻ ഔട്ടർ മാൻ എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. നല്ല ആഴമായ ക്ലാസ് അത്. എന്താണ് ഇന്നർ മാൻ എന്നും അല്ലേ. നമ്മുടെ ദേഹി ആരുടെ കൂടെ നിൽക്കുന്നുവോ അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതം. നമ്മുടെ ദേഹി അല്ലേ, സത്യത്തിൽ മനുഷ്യനാരാ? ജീവനുള്ള ദേഹി ഞാൻ തന്നെയാണ്, സ്വയമാം ഞാൻ തന്നെയാണ്. ആ ദേഹി എൻ്റെ ജഡത്തിൻ്റെ കൂടെ ജീവിച്ചാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ നമ്മൾ ജഡിക മനുഷ്യനും, നമ്മുടെ ദേഹി ആത്മാവിൻ്റെ കൂടെ ഇഷ്ടത്തിൽ നിന്ന് കൊടുത്താൽ നാം ആത്മീയ മനുഷ്യനായി തീരും. നോക്കിയേ, 2 ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ 3ആയി സൃഷ്ടിച്ചു അല്ലേ. 3ആയി സൃഷ്ടിച്ചു അല്ലേ. യേശു കർത്താവ് അതിനെ 2ആയി പിരിച്ച് നമുക്കല്ലേ 2ആയി പിരിച്ചെടുത്തു. നമുക്കറിയാം ഒരു ഔട്ടർ മാൻ ആൻഡ് ഇന്നർ മാൻ എന്ന് പറഞ്ഞിട്ടല്ലേ 2 ജീവിതങ്ങൾ നമുക്കുള്ളത്. സത്യത്തിൽ നമ്മുടെ ഏത് മനുഷ്യന്റെ മേലെ നമ്മുടെ മേലെ ദൈവം അഭിഷേകം പകരുന്നത് ഏത് മനുഷ്യന്റെ മേലാ? ആ പുറത്തെ മനുഷ്യന്റെ മേല്. നമ്മളെ കാണുന്ന ജഡമനുഷ്യന്റെ മേൽ, ജഡം അല്ലേ, നമ്മുടെ ഈ ഔട്ടർ മാൻ്റെ മേലാണ് കർത്താവ് അഭിഷേകം പകരുന്നത്. അതുകൊണ്ട് ഈ അഭിഷേകമുള്ളവർ നരകത്തിൽ പോകുമെന്നൊക്കെ പറയാൻ, അഭിഷേകം പ്രാപിച്ചാലും നരകത്തിൽ പോകാൻ പറ്റും. ആരാണ് ആദ്യത്തെ അഭിഷിക്തൻ? ആദ്യത്തെ അഭിഷക്തനായ യേശുവല്ല. ഹി വാസ് അനോയിന്റഡ് കെരൂബ് എന്നാ പറയുക. അവന് അഭിഷിക്തനായ കെരൂബ്. ലോകത്തിൽ ആദ്യത്തെ അഭിഷിക്തൻ എന്ന് പറയുന്നത് വീണുപോയ പിശാചാണ്, അല്ലെങ്കിൽ സാത്താനാണെങ്കിൽ കെരൂബായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എത്ര അഭിഷേകമുണ്ടെങ്കിലും നോക്കി നേരെ ചൊവ്വേ 2 ജീവിതം ഒരേപോലെ പോയില്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മൾ ജീവിക്കുന്നത് പോലും ഈ പർദീസയെ കാണാൻ വേണ്ടിയാ. വരാനിരിക്കുന്ന ലോകത്തിൽ ആ പുലരിയിൽ ഞാനും നിങ്ങൾ അവിടെ കാണണമെന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നമ്മുടെയൊക്കെ അകത്ത് ഉദിക്കുന്നത്. ആണോ ഇല്ലയോ? അതിനുവേണ്ടി നിങ്ങൾ വന്നതല്ലേ. അല്ലാതെ ലോകത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടാനോ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകാൻ വേണ്ടി അല്ല. കർത്താവിൻ്റെ ആ നാളിൽ നമ്മൾ ആ പർദീസിൽ സിയോണിൽ കാണണം. എവിടെയെങ്കിലും കണ്ടാൽ പോരാ. പുതിയ ഭൂമിയിലോ ഹെവൻസ് എന്ന് പറയുന്ന എവിടെയെങ്കിലും ആകാശങ്ങളിലോ, പുത്തനാം യെരൂശലേമിൽ പോലും ഞാൻ പറയുന്നില്ല അല്ലേ. പുത്തനാം യെരൂശലേം എന്ന് പറയുന്ന മനോഹരമായ നഗരമാണെങ്കിൽ പോലും, അതിനെക്കുറിച്ച് ദൈവരാജ്യത്തിൽ ക്ലാസ് പിന്നീട് വരും നമുക്ക്. അവിടെ പോലും ഞാൻ പറയുന്നില്ല. അങ്ങേ അറ്റം കയറി പിടിക്കുക നമ്മളൊക്കെ. എവിടെയാ? സിയോണിൽ, പിതാവിൻ്റെ ആ ഭവനത്തിലേക്ക് നമ്മുടെ ആഗ്രഹം മുഴുവനും. അപ്പം അതുകൊണ്ട് 2 ഒരേപോലെ ഫോക്കസ് ചെയ്ത് പോയില്ലേ, നമ്മുടെ 2 അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരേപോലെ പോകുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എത്തേണ്ടടുത്ത് എത്തിപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ 2 കാര്യങ്ങൾ വേർതിരിച്ച് തന്നെ പഠിക്കുന്നത്. അതുകൊണ്ട് എത്രയോ അഭിഷിക്തന്മാർ വീണുപോയ തലമുറ എന്നറിയുമോ നമ്മുടെ തലമുറ?
നമ്മൾ പ്രത്യേകിച്ച് ഈ തലമുറയിൽ എന്തോരം അഭിഷക്തന്മാരാ വീണ് കിടക്കുന്നത്, എന്തോരം ആൾക്കാരെന്നറിയാമോ? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ രണ്ടും ഒരേപോലെ വേർതിരിച്ച് കാണാൻ പഠിച്ചാൽ സത്യമായിട്ട് നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. കാരണം പുറമേയുള്ള മനുഷ്യന്റെ മേലാണ് അഭിഷേകം പകർന്നു കൊടുത്ത് കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറക്കി വിടും. അല്ലേ? പോകുവീൻ, എവിടെ പോകാൻ പറഞ്ഞത്? അല്ലെ, കർത്താവ് നമ്മൾ വിളിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞു പോകുവീൻ, ഗോ. എങ്ങോട്ടാ പോകാൻ പറഞ്ഞത്? എങ്ങോട്ടാ? ലോകത്തിലേക്ക്. നമ്മുടെ ഭാഷ പറയല്ലേ, ജാതികളുടെ ഇടയിലേക്ക് സമ്മതിച്ചു ലോകത്തിലേക്ക് പോകാൻ പറയുക, ഗോ, പോകുവിൻ. പക്ഷെ വരുവിൻ എന്ന് കർത്താവ് നമ്മൾ പറയും എപ്പോഴാ? മണവാട്ടിയും 22-ാം വാക്യം വെളിപ്പാട്, മണവാട്ടിയും സഭയും പറയും വരിക, അന്ന് എന്റെയും നിങ്ങളുടെയും മനോഹരമായ ദിവസമായിരിക്കും. ഇന്ന് ആകെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യമാണ്, ഞാനൊരു കാര്യം മാത്രം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ? അവൻ്റെ മനോഹരത്തെ കാണാം, അവനോട് കൂടി നിത്യത്തിൽ വാസം ചെയ്യുക. അതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നമുക്ക് ഇതുപോലെയൊക്കെ ദൈവിക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിൽ രണ്ട് ജീവിതമുണ്ട്. നമ്മുടെ ഔട്ടർ മാൻ്റെ മേലാണ് അഭിഷേകം പകർന്ന് കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത്ഭുതങ്ങൾ ചെയ്താലും ഈ മത്തായി 7-ാം അധ്യായത്തിൽ 22-23 വാക്യം പഠിക്കുമ്പോൾ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, വീര്യപ്രവൃത്തി ചെയ്തു, കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അറിയുന്നില്ല. കാരണം ഇതെല്ലാം ഈ ഔട്ടർ മാൻ്റെ മേലാണ്. നമ്മുടെ ഈ അകത്തെ മനുഷ്യൻ, മോളിൽ വെള്ള മനുഷ്യൻ കിടന്ന് ഓടുന്നുണ്ട്. ആ വെള്ള മനുഷ്യൻ, ഇന്നർ മാൻ, അവൻ യഥാർത്ഥമായി എത്തുന്നില്ലെങ്കിൽ ഈ പുറമെ എത്ര അത്ഭുതം അടയാളം ചെയ്തൊക്കെ ചെയ്താൽ പോലും നമുക്ക് അവിടെ എത്തപ്പെടാൻ കഴിയത്തില്ലെന്ന കാര്യം മറന്നു പോകരുത്. ഇവന് ജീവന്റെ ആവശ്യമില്ല, ഈ ഔട്ടർ മാന് ജീവന്റെ ആവശ്യമില്ല. അവന് നല്ല ജീവനുണ്ട്, നല്ല തൻ്റെ ഇടമുള്ള, അല്ലേ, നല്ല ഈ ജീവൻ അവനുണ്ട്. അതുകൊണ്ട് അവന് ഈ ജീവന്റെ ആവശ്യമില്ല. പക്ഷെ മറ്റവൻ അതല്ല. അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ ദൈവജീവന്റെ പ്രാധാന്യം ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ജീവിതങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ട്. എത്രത്തോളം ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്നുവോ അത്രത്തോളം വേണം. അതിനേക്കാൾ ഇത്തിരി കൂടുതലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നത്, അല്പം കൂടി കൂടുതലായാലും കുഴപ്പമില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ പിതാവിനെ കുറിച്ചുള്ള നീള ഉയരവും ആഴവും ആ ദൈവജീവനിൽ എത്രത്തോളം വളർന്നു അത്രത്തോളം നമ്മുടെ നിത്യത ഉറപ്പായിരിക്കും. അല്ലെ? ഇന്ന് രാത്രി നമ്മൾ എല്ലാ ദിവസമാരും ചോദിക്കുക, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോകുമെന്ന് ചോദിച്ചാൽ നമ്മളത് അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെയൊക്കെ കാണിച്ച് അല്ലേ, മൊബൈലൊക്കെ എടുത്ത് നമ്മൾ പിടിക്കും. കാരണം നമുക്ക് പോലും ഉറപ്പില്ല, പലപ്പോഴും അനേകർക്കും ഉറപ്പില്ല. ചോദ്യം വന്നാൽ പിന്നെ സഹോദരിമാണെങ്കിൽ ഷാളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഇതിങ്ങനെ കറക്റ്റ് വലിച്ചിട്ട് അറിയുന്നില്ല അല്ലേ? സഹോദരന്മാരാണ് പിന്നെ എല്ലാം നമുക്ക് എല്ലാ കള്ളക്കളി നമുക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞും മറിഞ്ഞും വചനത്തിൽ ഭയങ്കര മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ നോക്കൊണ്ട് അത് വെളിപ്പാട് നമ്മൾ വിചാരിക്കും വലിയ കാര്യമൊന്നും ഒന്നുമല്ല. ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോകുന്നൊക്കെ അല്ലേ? നല്ല ചോദ്യം തന്നെയാ. കാരണം ആ പ്രത്യാശയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെവിടെയെങ്കിലും മങ്ങലേറ്റാൽ പോലും അല്ലേ, ഒരു ഉരുള ചോറ് വെക്കണമെങ്കിൽ, ഇന്ന് രാജീവന്റെ മുട്ടക്കറി എടുത്ത് വായിൽ വെക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉറപ്പുണ്ടാവണം നമ്മുടെ ജീവിതത്തിലൊക്കെ. എന്താണ് അപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ രാത്രി എന്താന്ന് മനസ്സിലായല്ലോ? എല്ലാവരുടെ മുഖങ്ങളൊക്കെ ആകെ വല്ലാതിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി തമാശ പറഞ്ഞല്ല, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ എന്താണെങ്കിലും നോക്കി, ഓട്ടം ഓടി തുടങ്ങുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ പുറമേയുള്ള മനുഷ്യൻ വായു വലുതായിരിക്കും. പക്ഷേ എത്രത്തോളം അകമയുള്ള മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ യോഹന്നാൻ 1:12 പറയുക, അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും. നമ്മളൊക്കെ വീണ്ടും ജനിക്കുമ്പോൾ ശിശുക്കളാ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞുങ്ങളാ നമ്മളൊക്കെ അല്ലേ? ആ ഒരു വളർച്ച, ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുവാൻ, ആ വളർച്ചയിൽ ആ 30 വയസ്സുള്ള ക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ 33 വയസ്സുള്ള ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ആ അകമയുള്ള മനുഷ്യൻ ചെറുതാണെങ്കിലും നോക്കിയേ, പുറമേയുള്ള മനുഷ്യൻ വലുതാണെങ്കിലും ആ വചനപ്രകാരം നമ്മുടെ ഓട്ടം കൃത്യമായി ഓടാൻ തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ സംഭവിക്കും. ഒന്ന്, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെ തിരിഞ്ഞ് നമുക്ക് ബിസിനസ്സിലേക്ക് പോകാം. ഇന്ന് അനേക ആൾക്കാരും ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളും ആദ്യ കർത്താവിനെ കണ്ട് ഇറങ്ങിയ ആൾക്കാരാ. പക്ഷെ സമയപരിധി കഴിയുമ്പോൾ പിന്നെ അല്ലേ, സെറ്റിലായി, മറ്റായി, കുറച്ചൊക്കെ വീടൊക്കെ വാടക കൊടുത്ത് അവിടെ ശമ്പ വാടക മേടിച്ച് സെറ്റിലാകുക നമ്മളെല്ലാവരും. കാരണം അറിയാമോ, വളർന്നത് വളർന്നത് ഇതായിപ്പോയി. ഈ ഔട്ടർ മാൻ വളരുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൽ ചിലപ്പോൾ ഓടി അവസാനം ഈ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പൊക്കെയാ അല്ലേ, കർത്താവിനെ പറഞ്ഞില്ലേ, അവൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദ്യമുണ്ട്. മുമ്പന്മാർ പിമ്പന്മാരും അത് കാലഘട്ടം. തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ പോലും വൃതൻ അല്ലേ, നല്ല ഭക്തന്മാർ പോലും തെറ്റിപ്പോകുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ
ഇപ്പം ഈ യുഗത്തിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന കാര്യമാണ്. കഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. ഇത് തന്നെ നിങ്ങളുടെയൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്കൊക്കെ അല്ലേ? എല്ലാവർക്കും ഞാൻ കണ്ടുവന്ന കാര്യം ഏറ്റവും അധികമായി സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ദൈവകുഞ്ഞുങ്ങളാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നും നാല് ഈ മത്തായി സുവിശേഷ ഭാഗം 13-ാം അധ്യായത്തിൽ 7 ഉപമകളെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം വന്ന് പറയുമ്പോൾ 2 വൃക്ഷങ്ങളെക്കുറിച്ചും അല്ലേ, 2 വഴികളെക്കുറിച്ച്, 2 വൃക്ഷങ്ങൾ, അടുത്ത രണ്ട് ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ വെള്ളം പൊങ്ങി അടിയുന്ന് വെള്ളം പൊങ്ങി കാറ്റടിച്ചു 4 വശത്തും, പിന്നെ മോളിൽ മഴ പെയ്തു, മോളിൽ 4 വശത്തുനിന്നും അടിയിൽ വെള്ളം പൊങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ സ്ഥിതിയായിരുന്നു ദൈവകുഞ്ഞുങ്ങളുടെ സ്ഥിതി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ വരവ് പടിവാതുക്കൽ 3rd വേൾഡ് വാറിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന് 3.5 വർഷം മുമ്പേ ദൈവസഭ എടുക്കപ്പെട്ടു പോകണം. തൊട്ട് പടിവാതുക്കൽ എത്രത്തോളം കാച്ചി കുറുകി കർത്താവിന് എടുക്കാൻ പറ്റുമോ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവ്. നിന്ന് കൊടുത്താൽ പിറുപിറുക്കാതെ നിന്ന് കൊടുത്താൽ കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചെടുക്കും. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ്റെ നാളോളം അത് തികച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏൽപ്പിച്ച് പിറുപിറുത്തോണ്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തലമുറയിൽ നമുക്ക് ഇതൊക്കെയുണ്ട്, ഒന്നും പേടിക്കണ്ട. വലിയൊരു നന്മ അല്ലേ? വല്ലപ്പോഴും ചെവി തുറന്ന്, ഈ ചെവിയല്ലേ ഞാൻ പറയുന്നത്, അകത്തെ ചെവി തുറന്ന് കേൾക്കുക, കാഹളത്തിന് ധ്വനി കർത്താവ് അല്ലേ, തല ഉയർത്തി നോക്കുവീൻ എന്നൊക്കെ പറഞ്ഞ പോലെ കാഹളധ്വനി കേൾക്കാൻ സമയമായി നമ്മുടേക്ക്. അപ്പം അതുകൊണ്ട് ഈ എത്രത്തോളം ഓട്ടം ഓടി തുടങ്ങുമ്പോൾ, വിശ്വാസത്തിൽ ഓട്ടം ഓടി തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ വലിയവരായിരിക്കും ഔട്ടർമാൻ. പക്ഷേ അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ അകത്തെ മനുഷ്യന് വളരും തോറും പിതാവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച്, എൻ്റെ നിത്യതയിലെ വാസസ്ഥലങ്ങളെക്കുറിച്ച്, എൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, എൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെ എത്രത്തോളം അറിയുന്നു, അത്രത്തോളം എൻ്റെ അകമയുള്ള മനുഷ്യൻ എന്താ പറയുക ബലം പ്രാപിക്കുകയും വളരും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അറിയാതെ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന കാര്യം മറന്നു പോകരുത്. അവരുടെ വാക്കുകൾ കേട്ടാൽ അറിയാം, അവരുടെ വാക്കുകൾ കണ്ടാൽ അറിയാം, ജീവിതം കണ്ടാൽ അറിയാം. അവർക്കിവിടെ സെറ്റിൽമെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അല്ലേ പിതാവിനെ പ്രസാദിപ്പിച്ച് ഇച്ചിരിയെങ്കിലും ബാക്കി ജീവനുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് തീർത്തിട്ട് കർത്താവിൻ്റെ പുറകെ പോകാൻ, ആ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം വിശ്വാസികൾ. വചനത്തിൽ മാത്രമേ പണിയാൻ കഴിയൂ. കാരണം വചനത്തിനകത്താണ് ദൈവജീവൻ ഇരിക്കുന്നത്. ആ ജീവനാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത്. ഇതിനെല്ലാം കാരണമായി തീർന്ന് ആ ദൈവജീവന. ആ ജീവൻ്റെ കൂടെ എപ്പോഴും സഹായിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ വരുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ഈ 2 ജീവിതങ്ങൾ എപ്പോഴും ഉണ്ട്. കാൽവറി ക്രൂശിൽ നാം യേശുവിനെ രക്ഷകനാഥനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം 2ആയി മുറിയുകയാണ്. ആത്മദേഹി ദേഹം എന്ന് പറയുന്നത് 2ആയി മുറിഞ്ഞ് ഔട്ടർമാനും ഇന്നർമാനുമായി തിരിഞ്ഞ് അവർ 2 ജീവിതം ആരംഭിക്കുക. ഒരേ സമയം 2 ജീവിതം. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ ഇരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടുകയോ അല്ലേ, നമ്മുടെ നിത്യത കാണാൻ കഴിയുന്നത് അതുപോലെ ഇരിക്കും. വെറുതെ എന്തെങ്കിലും കേട്ട് കൈയടിച്ച് പോകുകയല്ല ഇത്. നമുക്കൊരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകണം. കത്തി കൊണ്ടിങ്ങനെ വെച്ചാൽ പോലും പറയണം, ഞാൻ കർത്താവിനെ വിളിച്ച് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് പറയാനുള്ള ഉറപ്പുണ്ടാകണം അല്ലേ? ഒരു നന്മ, ഒരു ലോട്ടറി അടിച്ചെന്ന് ഞാൻ പറയില്ല, പറയാൻ പാടില്ലല്ലോ, തെറ്റാണെങ്കിൽ പോലും ഒരു നന്മ കൈ വന്നാലും പറയണം അല്ലേ? എന്താ പറയുക, ഇതിനൊന്നും ഇതൊക്കെ പുറകെ കിടന്നാൽ മതി അല്ലേ? ഇതൊന്നും ഇന്ന് എന്തെങ്കിലും കിട്ടി അതിൻ്റെ പുറകെ അങ്ങോട്ട് പോവുകയോ, ഒറ്റ പോക്ക് അതിൻ്റെ പുറകെ പോകുമ്പോൾ കുറേനും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് പോകും. വേറൊന്നും കൊണ്ടല്ല, ആ നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ നന്മ നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. മറന്നു പോകരുത്. നമുക്കറിയാം തിരിച്ചും സംഭവിക്കാം. ഈ പറഞ്ഞതുപോലെ അകമയുള്ള മനുഷ്യൻ വളരും, പുറമെയുള്ള മനുഷ്യൻ ചെറുതാവുകയും ചെയ്യുന്ന തിരിച്ചും സംഭവിക്കാം. ഇതുപോലെ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ ചെറിയവനായിട്ട് പുറമെയുള്ള മനുഷ്യൻ ഓടാൻ തുടങ്ങും. പക്ഷേ ഓടി കുറേ കഴിയുമ്പോണ്ടല്ലോ പിന്നെ നമുക്ക് ലോകത്തിൽ സെറ്റിലാകാൻ നോക്കും അല്ലേ? കാരണം അത്യാവശ്യം നമ്മളൊക്കെ എല്ലാവരും നല്ല വലിയ ആൾക്കാർ, ആരും മോശക്കാരും ഇവിടെ ആരുമില്ല. എന്ത് തിന്നണമെന്നല്ലേ എല്ലാം സമൃദ്ധമായുള്ള ആൾക്കാരായി ഇരിക്കുന്ന എല്ലാവരും. നമ്മളെയൊക്കെ വീട്ടിലേക്ക് വിളിക്കാം, ഭക്ഷണം തരാൻ വേണ്ടി വിളിക്കുമ്പോൾ നമുക്കറിയാം ഏത് തിന്നുമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ അതുപോലെ സമ്മർദ്ദം എല്ലാവർക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വളരും. പക്ഷേ അകമയുള്ള മനുഷ്യൻ അവൻ ഇതുപോലെ വളർന്ന് അവസാനം അവൻ ചെറുതായി നിത്യതയിൽ മരിച്ചിട്ട് അവൻ നിത്യതയിൽ ചെല്ലുന്നത്. അനേകരും മരിച്ചിട്ട നിത്യതയിൽ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? കാരണം നമുക്കറിയാം, നമുക്ക് നോക്കിയാൽ അറിയാം. പ്രാർത്ഥിക്കാൻ പറഞ്ഞ പണ്ടൊക്കെ നല്ല പ്രാർത്ഥനക്കാരായിരുന്നു. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ 2 വാക്യങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കിക്കളയുന്ന ആൾക്കാരാണ് നമുക്ക് ഇഷ്ടം പോലെ. ഞങ്ങളുടെയൊക്കെ പലയിടത്ത് പോകുമ്പോൾ ഞാൻ കാണുന്നത് പണ്ടൊക്കെ പ്രാർത്ഥന വില്ലാളി വീരന്മാരും ശൂരപരാക്രമികളായിരുന്നവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ 2 വാക്കുകളൊക്കെ ഒതുക്കിക്കളയും. കാരണം എവിടെയൊക്കെയോ ജീവന്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ടു പോയത് കണ്ട, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയത്. പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്തോരം വാക്കുകൾ നമ്മുടെ വായിൽ വരും. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? കാരണം അറിയാം എവിടെയൊക്കെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഫോക്കസ് ചെയ്ത് മുഴുവനും ഈ പുറമെയുള്ള മനുഷ്യന്റെ മേലായിരുന്നു. ഹല്ലേലൂയ.
ഞാനും പെട്ടുപോയ, പണ്ട് ഞാനും പെട്ടുപോയതാ ഇതുപോലെയൊക്കെ. എന്നോടും ഒക്കെ പറഞ്ഞ, വാ നമുക്ക് വലിയ ബിസിനസ് തുടങ്ങാം, നമുക്ക് വലിയ അനാഥാശ്രമങ്ങളും, എന്താ പറയുക, എന്ത് കമ്പനിയാ, കോൾഗേറ്റ് കമ്പനിക്കാരെ പോലെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ദൈവം നമ്മളെ ഈ ലോകത്തിൽ കോൾഗേറ്റ് കമ്പനിക്കാരെ പോലെ 90% പുറത്തു കൊടുത്ത് 10% നമുക്ക് എടുക്കാതൊക്കെ പറഞ്ഞ് നമ്മളെ അകത്ത് മോഹിപ്പിച്ചു. പക്ഷേ കൃപയാൽ കർത്താവ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അങ്ങനെ പോയതാ ഞാൻ. ഇല്ലെങ്കിൽ ഞാനും എവിടെയെങ്കിലും പെട്ടുപോയേനെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം വിചാരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്തുമാകട്ടെ, അപ്പോൾ ഇതുപോലത്തെ 2 ജീവിതങ്ങൾ നമുക്കുള്ളത്. ദൈവജീവൻ്റെ വളർച്ചയാണ് ഈ നമ്മൾ മറന്നു പോകരുത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവജീവൻ്റെ വളർച്ചയാണ്. എത്രത്തോളം വചനം അറിയുന്നു, എത്രത്തോളം കർത്താവിനെ അറിയുന്നുവോ, അത്രത്തോളം നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇല്ലെങ്കിൽ നമ്മുടെ റോമർ 8:13 പറയുന്ന പോലെ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത്, ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. അടുത്ത വാക്യം അതാണ് ഏറ്റവും വലിയ വാക്യം, നിശ്ചയം. കാരണം എപ്പോഴെങ്കിലും ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ, TEST എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന ക്ലാസ് എടുക്കുമ്പോൾ, ഏതൻ പർദീസ മുതൽ മനസാക്ഷി യുഗത്തിൽ, അല്ലെങ്കിൽ അടുത്ത കൃപായുഗത്തിൽ, 7 പീഡനകാലത്ത് 2 വ്യത്യസ്തമായ സമയങ്ങളിൽ 1000 ആണ്ടിലൊക്കെ ദൈവം നമ്മളെ മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അവനെ പരിശോധിച്ച് അവൻ്റെ ഹൃദയത്തിലെ നിലവുകൾ അറിയുന്ന കർത്താവാണ്. പരിശോധനയിൽ കൂടി ദൈവം നമുക്ക് കടത്തിവിടുക. നമ്മളെല്ലാം ആ ശോധനയിൽ കൂടി കടന്നു പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ ടെസ്റ്റ് വെച്ചു. പക്ഷേ അവൻ തിരഞ്ഞെടുപ്പ് വളരെ പരിതാപകരമായി പോയി. നമുക്കെല്ലാവർക്കും അറിയാം. ന്യായപ്രമാണ യുഗത്തിലാവട്ടെ, മനസാക്ഷി യുഗത്തിലാവട്ടെ, ഈ കൃപായുഗത്തിൽ പോലും നമ്മുടെ മുമ്പിൽ 2 ടെസ്റ്റ് ഉണ്ട്. എന്നറിയാമോ? ജഡവും ആത്മാവും. എപ്പോഴും പറയും, ഇതൊന്നും പഠിക്കാൻ സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നത്. ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. കർത്താവ് നമ്മെ വിളിച്ചതല്ലേ, കർത്താവ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ശുദ്ധമായ മടയത്തരമായി പോകും. നമുക്ക് ദൈവം തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് തന്നിരിക്കുന്നത്, തിരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും സ്വന്തം മാത്രമായിരിക്കും. അതിൽ കർത്താവ് പോലും കൈയിടത്തില്ല തിരഞ്ഞെടുപ്പിൽ, അല്ലേ? അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ. ആ തിരഞ്ഞെടുപ്പ് കർത്താവ് തിരഞ്ഞെടുക്കുമെങ്കിലും അതിനു മുമ്പിൽ എൻ്റെ അകത്തൊരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് വേണമെങ്കിൽ എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി പറഞ്ഞു പോകാൻ അതിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അതെൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ്. അതിലാർക്കും കൈയിടാൻ കഴിയത്തില്ല. എൻ്റെ വ്യക്തിപരമായി എൻ്റെ മാത്രം ജീവൻ പോകേണ്ടി വന്നാലും ആ തിരഞ്ഞെടുപ്പ് എൻ്റെ മാത്രമാണ്. എന്നാൽ വിളിക്കപ്പെട്ടത്, ഈ ലോക സകല മനുഷ്യൻ വിളിക്കപ്പെട്ടവർ, എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അതിലൊരു തിരഞ്ഞെടുപ്പുണ്ട് നമുക്ക്. നമ്മുടെ ജീവിതം ജഡത്തിന് വേണ്ടിയാണോ അതോ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണോ? ഹല്ലേലൂയ. ഉറപ്പാക്കണം. പണ്ട് സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാനായ, അറിയാം നിങ്ങൾക്ക് സോക്രട്ടീസിനെ കുറിച്ച് അറിയാം. മഹാനായ വ്യക്തിയോട് അവൻ്റെ ആ ശിഷ്യന്മാർ ഒരുത്തനോട് ചോദിച്ചു, ഗുരു, ഈ ലോകത്തിലെ മഹാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി വിചാരിച്ചത്, എന്നെപ്പറ്റി ഞാനാണല്ലോ മഹാൻ, ഞാൻ സോക്രട്ടീസ് അല്ലേ, വലിയ പുള്ളിയല്ലേ, അല്ലേ, വലിയ എന്താ കരിച്ച് കുണിച്ച് തലയിൽ മുഴുവൻ കയറ്റി വെച്ചിരിക്കുന്ന വ്യക്തി പുള്ളി. അപ്പോൾ ശിഷ്യൻ വിചാരിച്ച് ഈ പുള്ളി ആയിരിക്കും എന്ന് വിചാരിച്ചാ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം, ആ സോക്രട്ടീസ് മൗനമായിരുന്ന കുറച്ച് ശേഷം പുള്ളി പറഞ്ഞു, അദ്ദേഹം ഒറ്റ വാക്ക പറഞ്ഞത്, അവൻ്റെ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയുന്നവനാ യഥാർത്ഥമായി മഹാനായ മനുഷ്യൻ. അത് മാത്രമല്ല, രണ്ടുപേരും ചേർത്ത് പറഞ്ഞു, ആ ആത്മാവിൻ്റെ നിത്യതയിൽ, ആത്മാവിൻ നിത്യയിൽ ആ ഇരിപ്പിടം ഉറപ്പിക്കുന്നവൻ, അവനാണ് യഥാർത്ഥമായ മഹാൻ. ഹല്ലേലൂയ. ആത്മാവ് അറിഞ്ഞാൽ മാത്രം പോരാ, അറിയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. എൻ്റെ അകത്തൊരു ആത്മാവുണ്ട്, ദൈവം നൽകിയ ആത്മാവ്, ദൈവത്തെ അറിയാവുന്ന ആത്മാവ്, അതിനെക്കുറിച്ച് അറിയുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തിരി കയറ്റിപ്പുള്ളി അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നമ്മുടെ ആത്മാവിൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കണം നമുക്ക്. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ പോകുമെന്ന് ആ ഒരു ഉറപ്പില്ല നമുക്ക്. അതാ യഥാർത്ഥമായ ഒരു ഉറപ്പ് നമുക്ക്. ഞാൻ പറയാ, ഒരു സൈഡിൽ നമ്മുടെ ചിന്തകൾ മലിനമായിരിക്കും, നമ്മുടെ പ്രവർത്തികൾ മലിനമായിരിക്കും. ഇതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ അകത്തെ ആഗ്രഹമാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ശരീരത്തിൽ ജീവിക്കുന്ന ചിന്തകൾ മലിനമായിരിക്കാം, നമ്മുടെ നോട്ടങ്ങൾ മലിനമായിരിക്കാം. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തെ ആഗ്രഹമാണ്. അതിന് പാകി പറഞ്ഞ വാക്യം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, രാവിലേക്ക് വെളുപ്പാക്കാലത്തേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന വാക്കാ, ഞങ്ങൾ എപ്പോഴും ഒരു കാര്യം യഹോവയോട് പ്രാർത്ഥിച്ചു, അല്ലെ, അപേക്ഷിച്ചു, അത് തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്താ? വേറൊന്നുമില്ല. താഴെ പറയും, അവൻ്റെ മനോഹരത്വം കാണുവാൻ, അല്ലേ, അവനോട് കൂടി ആ നിത്യമായ പർദീസയിൽ, ആ സിയോണിൽ അവനോട് കൂടി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉറപ്പിച്ചോളണം. ഇന്ന് രാത്രി കർത്താവ് വന്ന് പോകുമെന്ന് പറയാൻ ഉറപ്പുണ്ടാകണം. എന്തുകൊണ്ടാണ്? എൻ്റെ കർത്താവ് അവൻ്റെ പുത്രൻ്റെ ജീവൻ നൽകി എന്നെ നീതിമാനാക്കി മാറ്റി. എൻ്റെ മേൽ, അല്ലേ, എൻ്റെ പാപത്തിന് അവൻ എനിക്ക് പകരക്കാരായി പുത്രനെ തകർത്ത് കളഞ്ഞു. ഇനി ഞാൻ ദൈവത്തിന് നീതിമാനെന്ന് പറയാൻ ഉറപ്പുണ്ടാകണം. രണ്ടാമത്, എൻ്റെ ആഗ്രഹം മുഴുവനും വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്, എൻ്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഇത്രയും നിറയുന്നൊരു വ്യക്തിയെ കൊണ്ടുപോകാതെ കർത്താവ് ഇരിക്കുമോ? നമ്മുടെ ചിന്തകൾ ഒരുപക്ഷെ മലിനമായിരിക്കാം, ആഗ്രഹം മലിനമായിരിക്കാം, ഒക്കെ ഇതിനിടെ കയറി വന്നേക്കാം. പക്ഷെ ഇതൊന്നും കർത്താവിന് വിഷയമില്ല. നമ്മുടെ അകത്തെ പ്രാണൻ പോകേണ്ടി വന്നാലും
നമ്മുടെ ആഗ്രഹം അത് മാത്രമായിരിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഈ താൽക്കാലികമായ നിസ്സാര ദിവസങ്ങൾക്ക് വേണ്ടി, എത്രയല്ലേ, എനിക്ക് 53 വയസ്സായി, ഏറിയാൽ 70 വർഷം, 80 പോകത്തില്ല, 70 പോലും പോകത്തില്ല കർത്താവ് വന്നില്ലെങ്കിൽ. ഇനി എത്ര വർഷമുണ്ട്? 13 വർഷം. 13 എത്ര അല്ലേ, 365. അതിൽ കുറെ കിടന്നുറങ്ങും, കുറെ പിന്നെ ഇവരുടെ ഇവിടെയൊക്കെ അല്ലേ കുറെ അതും ഇതും പറഞ്ഞ് നടക്കും, പിന്നെ കുറെ കിടന്നുറങ്ങും, കുറെ തിന്നും. നിസ്സാര ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ നമുക്കുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം വിചാരിക്കുന്നു. അത് കർത്താവിന് വേണ്ടി, ജഡത്തിന് വേണ്ടിയല്ല, ആത്മാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പുറകെ പോയാൽ മരിക്കും നിശ്ചയം എന്ന കാര്യം മറന്നു പോകരുത്. സർദീസിലെ സഭയോട് പറഞ്ഞപ്പോൾ എപ്പോഴും വായിക്കുന്ന കാര്യമാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. സർദീസിലെ സഭയോട് പറയുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേർ ന്യൂ ലൈഫിൽ നിനക്കുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ. ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ, എനിക്ക് സർദീസായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ലവോദിക്കയും സർദീസ് അല്ലെ സ്മുർണയൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ബന്ധം ന്യൂ ലൈഫ് മാറ്റാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് ന്യൂ ലൈഫിലുണ്ട്. നിനക്കുണ്ട്, എനിക്കല്ല, നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ. വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവരുടെ പേർ ഞാൻ ജീവവസ്തുത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയുന്ന ഒരു ദിവസം, അല്ലേ, ആ പേർ വിളിക്കുന്ന ദിവസമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. നമ്മുടെ പേര് വിളിക്കും. എൻ്റെ പേര് ഡിനിലൊന്നും ആയിരിക്കത്തില്ല, നമ്മൾ നിങ്ങളൊന്നും പേര് ബാബു ഒന്നും ആയിരിക്കത്തില്ല. കർത്താവ് നമുക്കൊരു പേര് തന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഗ്രഹിക്കാന്നൊക്കെ വേണമെന്നും വെളിപ്പാട് നമുക്ക് ആയിട്ടില്ല. കിട്ടിയാൽ സ്തോത്രം, കിട്ടിയില്ലെങ്കിൽ സ്തോത്രം. പക്ഷെ ഒരു ദിവസം പേർ വിളിക്കും എന്നെ. ഹല്ലേലൂയ. അത് വിളിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ണെന്ന് പേരിൽ അവിടെ ആരുമില്ല. കണ്ണാന്ന് വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ആരാന്നൊക്കെ നോക്കുമല്ലേ. പക്ഷെ അന്ന് എന്നെ എക്സാമ്പിൾ പറയുക, എന്നെ കർത്താവ് കണ്ണാന്ന് വിളിച്ചാൽ ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കും. കാരണം എൻ്റെ അകത്ത് യഥാർത്ഥമായ ആ ദൈവത്തിൻ്റെ പേർ വിളിക്കുവാൻ ഒരുക്കപ്പെട്ടൊരു പുതുമനുഷ്യൻ്റെ അകത്തുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സർദീസിലും ന്യൂ ലൈഫിലും ഇതുപോലത്തെ ആൾക്കാരൊക്കെ അല്ലേ, മലിനമാകാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. റോമർ 8 പറയുക, 3 വായിക്കാം. ജഡത്തിലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിൽ ജഡത്തെ ശിക്ഷ വിധിച്ചു, ജഡത്തിലെ ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കും നമ്മിൽ ന്യായപ്രമാണത്തെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മാവ് സ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ഇത് ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാമോ? ചിന്തിക്കുമ്പോൾ ഈ ജഡസ്വഭാവമുള്ള ജഡത്ത് ചിന്തിക്കുമ്പോൾ ജഡത്തിന്റെ ജീവനാണ് വർദ്ധിച്ചു വരുന്നത്, അല്ലേ? അങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് നമ്മളെ കൊല്ലുവാനും പോര് വിളിക്കുവാനും തിന്മ പറയുവാനും, അല്ലേ, ദുഷ്ടത പറയുവാൻ നമുക്ക് തോന്നാൻ കാരണം അറിയാമോ? നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ ജഡത്തിലായതുകൊണ്ടാ. ജഡത്തിന് ജീവനാ വ്യാപരിച്ചു വരുന്നത്. ജീവൻ പവറാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ആഴത്തിലേക്കൊന്നും എടുക്കാൻ പോയിട്ടില്ല. ജീവൻ പവറാ. ഞാൻ പറയാ, എപ്പോഴും ദുഷ്ടത ചിന്തിക്കുന്നവൻ ഇതിങ്ങനെ പണ്ട് എവിടെയോ ഞാൻ കണ്ടത്, എവിടെയോ ഒരു ഇത്രയും കാല് തളർന്നു പോയൊരു വ്യക്തി, എവിടെയോ ബുക്കിൽ വായിച്ചാൽ എവിടെയോ കണ്ടതെന്ന് എനിക്ക് പണ്ട് പഴയ ചരിത്രമാണ്, പണ്ട് ഓർമ്മ വന്നാൽ. ഇത്രയും ഒരു ടെലിഫോൺ ബൂത്തിൽ ഇരിക്കുക, ഇങ്ങനെ ഗംഭീരമായ ഒരു 6 പാക്ക്, ഭയങ്കര സൈസൊക്കെ ആള്, അത്യാവശ്യം ഒരു മാന്യമായി പുള്ളി ഇരിക്കുക. അപ്പോൾ ആൾക്കാർ ഒരു ഗുണ്ടകൾ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ നിന്ന് 2 ഡയലോഗ് വിട്ട് അവന്മാർ ഓട്ടം അണ്ട് പുള്ളി എന്താ പറയുക, ഇതിൽ കാല് വരച്ച് അങ്ങനെ ഇറങ്ങി വന്നു. ആ വാക്കിന്മേൽ ജീവന്റെ പവർ കണ്ടില്ലേ? ഞാൻ അത് പറയാൻ വേണ്ടിയാ, ജീവന്റെ പവർ കണ്ടില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പണ്ട് നിങ്ങൾ കണ്ടു ടി വിയിലൊക്കെ പണ്ട് എവിടെയോ വന്നാ പുള്ളി, പക്ഷെ ജീവന്റെ ആ പവറാണത്. അങ്ങനെയെങ്കിൽ പുതിയ മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ജീവന്റെ പവർ എത്രമാത്രം നിങ്ങൾ, അതുകൊണ്ടാ ഭൂതങ്ങൾ വിട്ടോടുന്നതും എന്താ പറയുക, രോഗികൾ സൗഖ്യമാക്കുന്നതും നമ്മുടെ വാക്കിന്മേൽ അധികാരമുള്ളതും ആ ജീവന്റെ പവറാണത്, നമ്മുടെ അല്ല. ആ ജഡത്തിലാണ് ഞാൻ ജഡത്തിലെ ചിന്തകൾ, ദുഷ്ടതയെക്കുറിച്ച് മറ്റു വ്യത്യസ്തമായ നിന്നയും പരിഹാസങ്ങൾ, മറ്റുള്ളവർ ദുഷിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് പറയുന്നെങ്കിൽ അതിന് ജീവനുണ്ട്. ഏത് സൂഖ്യ ജീവനാ, കൊല്ലാൻ വരെയുള്ള പവർ അതിനില്ലേ? നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ള ആത്മാവും ചിന്തിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ജഡത്തിന് ചിന്ത മരണം എന്നൊക്കെ ഒരുപാട് വാക്യം കഴിയും. ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. കാരണം ഇതെല്ലാം പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേപോലെ ചേർത്ത് വെച്ചാൽ പറഞ്ഞു പോകുന്നത്, അല്ലേ? ജഡസ്വഭാവവും ആത്മസ്വഭാവം. ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ ഏത് ജീവനാണ് വളർന്നു വരുന്നത്? ജഡസ്വഭാവമാണ് ചിന്തിക്കുന്നതെങ്കിൽ ജഡത്തിന് ജീവൻ വളർന്നു വരും, അല്ലേ? ദേഹിയുടെ ജീവൻ വളർന്നു വരും. ആത്മാവിന്റെ ചിന്തകളാണ് എപ്പോഴും എന്നെ മുറുക്കുന്നതെങ്കിൽ. അതുകൊണ്ട് കൊലോസ്യർ 3:1 പറയുന്ന പോലെ ഉയർത്തിലെ കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അകത്ത് ദൈവജീവൻ വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ അറിയാതെ വളർന്നുകൊണ്ടിരിക്കുക നമ്മുടെ അകത്ത്. അതാ ഓക്കെ, എന്ത് വാങ്ങട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കണേ. എത്ര പറഞ്ഞു വിടുകയാണ്, അത് പറയാൻ പോയി ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ പോകും.
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. എത്രത്തോളം ആത്മാവിൻ്റെ ചിന്തകൾ നമ്മളെ മൂടുന്നുവോ അത്രത്തോളം ദൈവം നമ്മൾ ആ ദൈവജീവൻ വളർന്നുകൊണ്ടിരിക്കും. യൂദയുടെ ലേഖനം 16-ാമത്തെ വാക്യം പറയുന്നു, അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി ഉപയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. നോക്കിയേ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. യൂത അല്ലെ, നമുക്കറിയാം യൂദ ലേഖനം സഭയ്ക്ക് എഴുതിയ ആ അവസാനത്തെ ലേഖനമാണ്. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ടെന്ന്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ആൾക്കാരുമുണ്ട്, ഈ പറഞ്ഞ ദുഷ്ടന്മാരുമുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരുണ്ട്. അവർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ അവർ പിറുപിറുപ്പുകാരാ. പിറുപിറുക്കുമ്പോൾ എന്താ നഷ്ടമാകുന്ന അറിയാമോ? എന്താ നഷ്ടമാകുന്നത്? നമ്മുടെ അകത്ത് വന്ന ദൈവജീവൻ നഷ്ടമാകുന്നത്. നമ്മൾ പിറുപിറുത്താൽ അല്ലേ, എന്താ പറയാ, നമ്മുടെ ജീവിതയാത്രയിൽ നഷ്ടങ്ങൾ വരും. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഈ തലമുറയിൽ കഷ്ടവും ദുഃഖവും ഒക്കെ ഇനി സമൃദ്ധമായിട്ട് വരും. എന്നോട് ദേഷ്യം തോന്നിയേക്കരുത്, ഒന്നും തോന്നിയേക്കരുത്. തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലേ, ഇതൊക്കെ ഇപ്പൊ ഉണ്ടാകും. ഇതൊക്കെ കാരണം എന്നറിയാമോ? കർത്താവിന്റെ വരവ് സമീപമായതുകൊണ്ട് നമ്മൾ എത്രത്തോളം തീയിൽ കൂടി കടത്തിവിടുമോ അത്രത്തോളം കടത്തിവിടും. ഇനി നമുക്ക് അതൊന്നും ആഗ്രഹമില്ല, നമുക്കൊന്നും ഇല്ലെന്ന് വിചാരിച്ചാൽ ഇല്ല, കുഴപ്പമില്ല, സന്തോഷമായി പോകുമെന്ന് പറഞ്ഞ് ഓർത്താൽ മതി. നമുക്കൊട്ട് ആഗ്രഹമൊന്നുമില്ല കർത്താവിന്റെ തീയിൽ കൂടി പോകുവാൻ. കർത്താവൊട്ട് അയച്ചിട്ടുമില്ലെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ കാര്യമല്ല, നമ്മളൊക്കെ നല്ല ആൾക്കാർ, സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അനേകരും സമൃദ്ധമായി ജീവിക്കുമ്പോൾ ഓർത്താൽ മതി, കർത്താവ് അവരുടെ ഇടപെടില്ല. കർത്താവ് ഇടപെടുന്നത് അവന് വേണ്ടി ആഗ്രഹിക്കുന്നവരെയാണ്. ബാലശിക്ഷ ആർക്കാ നൽകുക? ബാലശിക്ഷ എത്ര പാപം ചെയ്താലും സുഖിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, പാപത്തിൽ സുഖിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരു ശിക്ഷയിലുള്ളവർക്ക് സമൃദ്ധമായി ജീവിക്കുന്നവര് കർത്തൃമേശ എടുക്കുന്നു, ഒരു ഭയമില്ല ജീവിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക്, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് ഇഷ്ടമായി വേറെ അറിയാം. ബാലശിക്ഷ ആർക്കാ ഉള്ളത്? മക്കൾക്കാ, കൗളിടയന്മാർക്കല്ല, മക്കൾക്കാ. അപ്പൻ സ്നേഹിക്കുന്നോണ്ട് രണ്ട് അടിയരിയ നമുക്ക് ശുദ്ധീകരിക്കുക. നമ്മള് വേറെ ഒന്നും കൊണ്ടല്ല. ഇല്ലെങ്കിൽ പിറുപിറുക്കാൻ തുടങ്ങിയാൽ, ഞാൻ ചോദിക്കട്ടെ, ധനവാന്റെയും ലാസറിന്റെയും പണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ധനവാൻ ലാസറിനെ കുറിച്ച് പണ്ട് എവിടെ അല്പം പറഞ്ഞിട്ടുണ്ട്. ലാസറിന്റെ പേര് ലാസറേന്ന് ഇട്ട്, ഒറിജിനൽ പേരിട്ട്. ധനവാന്റെ പേരില്ലേ? ധനവാന്റെ ചെറുപ്പത്തിൽ അമ്മ പേരിട്ടില്ലേ? പിന്നെന്താ അവിടെ ധനവാന്റെ പേര് എഴുതാറുന്നത്? ധനവാന്റെ പേര് നിത്യയിൽ അല്ലെങ്കിൽ എന്താ പറയാ, ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം അവിടെ എഴുതാറുന്നത്. ലാസറിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് എഴുതി വെച്ചതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരു എന്താ ഈ ഇങ്ങനെ പറയൂലേ, നമുക്ക് കുട്ടികളെ എടുക്കുന്നതിന് എന്താ പറയുന്നത്? കുഞ്ഞുങ്ങളെ എടുക്കൂലേ ഈ പണ്ടൊക്കെ? ഇപ്പോഴല്ലേ ഹോസ്പിറ്റലും നേഴ്സുമാരൊക്കെ ഉണ്ടായത്. പണ്ട് വൈറ്റാട്ടി സൂതികർമ്മിണി, കറക്റ്റ് വാക്ക, അങ്ങനെ പറയാം. വൈറ്റാട്ടിയൊക്കെ പണ്ട് നമ്മുടെ വാക്ക. സൂതികർമ്മിണികള് ഞാൻ പഠിച്ചതാ. ആ സൂതികർമ്മികളുടെ പേര് വെറും സൂതികർമ്മിണികൾ. വെറും എന്താ വേണ്ട അല്ലേ? ഈ ഗർഭം എടുക്കാൻ പോകുന്ന സാധാ ആർക്കും വേണ്ടാത്ത, വെറുതെ പോയി സാധാ ഒരു പേരും പെരുമയില്ലാത്ത അവരുടെ പേര് പോലും ജീവനോസ് ദൈവം എഴുതി വെച്ചിട്ട്, ഇന്ന പേരുള്ള സൂതികർമ്മിണികൾ ഇസ്രാ മക്കളുടെ പ്രസവം എടുക്കാൻ പോയത്. എന്ത് മനോഹരമായിട്ടാ കർത്താവ് അത് എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത് പറയാൻ വേണ്ടിയില്ല, പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ലാസർ ആ പടിവാതിക്കൽ കിടക്കുമ്പോൾ അപ്പം നിന്നെ ആഗ്രഹിച്ചു. വേണമെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ പറയാമെന്ന്. അവൻ്റെയൊക്കെ ഇരിപ്പ് കണ്ടില്ലേ? ധനവാന്റെ ഇരിപ്പ് കണ്ടില്ലേ അല്ലേ? അവൻ കിടന്ന് തിന്നു. അവൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നാൽ പോരെ, ഒരു വീട് വെച്ച് വെക്കാൻ, അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണം മതി, ഒരു നേരത്തെ നമുക്ക് വീട് വെക്കാനൊക്കെ പറഞ്ഞ് പിറുപിറുത്തുന്നെങ്കിൽ സത്യം പറയാ, ലാസറിന്റെ പേര് ആ ജീവസ് വെട്ടിക്കളഞ്ഞനെ കർത്താവ്. സത്യം പറഞ്ഞ വെട്ടിക്കളഞ്ഞനെ. നമുക്കുള്ള ദൂതാണിത്. ലാസറിനുള്ളതല്ല, നമുക്കുള്ള ദൂതാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിറുപിറുപ്പുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ദൈവജീവനാ. ഞാൻ സമ്പത്തും ദൈവരാജ്യവും എന്ന ക്ലാസ് ആഴമായി എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആഴമായി സംസാരിക്കും. ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം. എല്ലാം മക്കളെന്ന് പറയത്തില്ല, സൃഷ്ടികളാണ്. ഈ ഗ്രന്ഥ ജാതികളും ഹിന്ദു മുസൽമാൻ എല്ലാവരും നമുക്കെല്ലാം ദൈവം ഒരേപോലെയാണ് സമ്പത്ത് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് സമ്പത്തില്ല. നമുക്കറിയാം നമ്മളൊക്കെ പാവങ്ങളാ അല്ലേ? പക്ഷേ നമുക്ക് സമ്പത്തുണ്ട്. ധനവാന്റെ സമ്പത്ത് അല്ലെ, എന്താ മറ്റേ പുള്ളിക്കാരൻ റിലയൻസിന്റെ മുതലാളി അംബാനിയുടെ സമ്പത്ത് ദൈവം എവിടെ കൊടുത്തു അറിയാമോ? എവിടെ കൊടുത്തു? ഈ ഭൂമിയിൽ കൊടുത്തു. പക്ഷെ നമുക്കുണ്ട് സമ്പത്ത്, ദരിദ്രന് സമ്പത്തുണ്ട്, നമ്മളെ കാണാത്തത് കൊണ്ടാ. ഞാൻ അതിനെക്കുറിച്ച് ആഴമായി വരുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ കുറച്ച് മനസ്സിലായില്ല, ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ നമുക്ക് സമ്പത്തുണ്ട്, നമ്മുടെ സമ്പത്ത് അവിടെ കിടക്കുകയാണ്.
പക്ഷെ ആ സമ്പത്ത് കുറയാനിടയുണ്ട്. കുറയും. എങ്ങനെയാണെന്നറിയാമോ? പെറുപെറുപ്പുകാർ. ജീവൻ നഷ്ടമാകും തോറും നമ്മുടെ ആ സമ്പത്ത് കുറയാൻ തുടങ്ങും. ലാസർ ഒന്ന് പെറുപെറുത്തുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ആ, ലാസർ ആ പെറുപെറുത്തിരുന്നെങ്കിൽ ആ ജീവൻ നഷ്ടമാകുകയും നിത്യത്തിൽ അവന്റെ സമ്പാദ്യം കുറഞ്ഞു പോകുകയും ചെയ്യായിരുന്നു. ഹല്ലേലൂയ. പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ, നാട്ടുകാർ എല്ലാവരും വിളിച്ച് പറയുന്നു, അയ്യോ ഇങ്ങനെയാണ്. നാട്ടുകാരെ ഫോൺ വിളിച്ച് അപ്പ ഇവിടെ നിന്ന് ഇറങ്ങണ്ട, അതിനു മുമ്പേ വിളി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന പോലെ വിളിച്ച് ആവലാതി പറയുന്ന ആൾക്കാരൊക്കെ ലോകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കും അറിയാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അകത്ത് ദൈവജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുക. സ്വന്തം മോഹങ്ങളനുസരിച്ച് നടക്കുന്നവർ, അവരെ വമ്പ് പറയുന്നവർ, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ദൈവം തന്ന പുത്രന്റെ ജീവനെ തകർത്തുകൊണ്ട് നമ്മളിലേക്ക് വന്ന ആ ദൈവജീവൻ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക. കാര്യം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ മനസ്സായോ? അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവിനെ അറിയാം. നമുക്ക് ഏത് വഴി കൂടി പോകണം, എങ്ങനെയൊക്കെ പോകണം നമ്മുടെ പിതാവിന് നല്ലോണം അറിയാം. ഇനി എന്തെങ്കിലും എന്താ പറയുക, നഷ്ടത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ ഒരു കാര്യം ഓർത്താൽ മതി, അതിൽ കൂടി ഞാൻ പോയാലേ ഞാൻ തികഞ്ഞവനായിട്ട് വെളി വരത്തുള്ളൂ. അല്ലെ പൊന്നായിട്ട്, അല്ലെ തെളിഞ്ഞ മുത്തായിട്ട്, എന്താ പറയില്ലേ, തീയിൽ കൂടി കടന്നു വരുമ്പോൾ സ്വർണം വരുന്ന പോലെ. നമുക്ക് കർത്താവ് നല്ലോണം അറിയാം. നമ്മൾ കർത്താവിനെ പണി പഠിപ്പിക്കണ്ട. അവൻ കടത്തി വിടുമ്പോൾ സ്തോത്രം പറയാൻ, നല്ല സ്തോത്രം പറയാൻ പഠിച്ചാൽ മതി. പിറുപിറുക്കാതെ, ആവലാതി പറയാതെ, ഗതിയെക്കുറിച്ച് ആവലാതി പറയാതെ, അല്ലേ, ഒന്നും ശ്രമിച്ചു നോക്കിയാൽ മതി. തീർച്ചയായും നമ്മുടെ അകത്ത് ജീവൻ വർദ്ധിക്കുന്ന അറിയാൻ കഴിയും നമുക്ക്. കൊരിന്ത്യർ ലേഖനത്തിൽ 2:14-16 വരെ പഠിക്കുമ്പോൾ രണ്ട് ജീവന്റെ വാസന നമുക്കുണ്ട്. അല്ലേ? വാസനയുണ്ടോ? പറ. അല്ലേ? വാസനയുണ്ട്. സെന്റ് അടിക്കും, പെർഫ്യൂം അടിക്കുന്ന വാസനയല്ല പറഞ്ഞത്. ഏത് മനുഷ്യന്റെ അകത്തും, നമുക്കൊരു വിശ്വാസത്തിന്റെ അകത്തും നമുക്ക് ആ വാസന അറിയാൻ കഴിയും. വാ തുറന്നാൽ മതി, നോട്ടം കണ്ടാൽ മതി. ഏതിന്റെ വാസന അറിയാമോ? ഇവിടെ വായിക്കുക, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അടുത്തത്, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? നോക്കേ, ഈ വാസന പറഞ്ഞ എവിടെയാണെന്നറിയാമോ? ജീവനിൽ നിന്ന് ഒഴുകുന്ന വാസനയാണ്. ഇല്ലേ? ഇപ്പോ ഒരു മനുഷ്യൻ, ഇപ്പൊ നല്ല നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, 60-100 കിലോ തൂക്കുള്ള മനുഷ്യൻ, കുറച്ച് മരിച്ചുപോയി, ഒരാഴ്ച കഴിയുമ്പോൾ അവന്റെ വാസന വേറെ വാസനയായിരിക്കും. ഇല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെയാ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ഒരു വിശ്വാസിനെ കുറിച്ച് പറയുമ്പോഴും അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാൽ നമുക്കറിയാൻ കഴിയും അവൻ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നതെന്ന്. ഈ പെറുപെറുപ്പും, അവർ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരും, അവരെ വമ്പ് പറയുന്നതും, കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നതൊക്കെ ഒന്നോർക്കുമ്പോൾ അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയായി വരികയാ. കാരണം ജീവന്റെ നഷ്ടം, രണ്ട് ജീവനാണ് പറഞ്ഞു വേണ്ടിയിരുന്നത്. ആ ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ മരണത്തിന്റെ വാസനയാ വരുന്നത്. എന്നിട്ട് പറയുക, അവർക്കോ ജീവങ്കലേക്കുള്ള വാസന. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊക്കെ കാരണം നമ്മുടെ അകത്ത് വന്ന ദൈവജീവനാണ് യഥാർത്ഥമായ, പിന്നീട് പഠിക്കുക, അല്പം ഇന്നും തുടങ്ങി വെക്കും. ആ ദൈവജീവനാണ് നമ്മളെ ഇതുപോലെ വാസനയുള്ളവരാക്കി തീർക്കുന്നത്. നേരത്തെ പൗലോസ് പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. പാപത്തിൽ ചേറ്റിക്കിടന്നിട്ട് പോയിട്ട് സൗരഭ്യവാസന കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. ജീവനില്ലാത്തവന് വാക്ചാതുര്യം കൊണ്ട് കാണുമായിരിക്കും, എന്തെങ്കിലും താലന്തുകൾ കാണുമായിരിക്കും, കൃപാവരങ്ങൾ കാണുമായിരിക്കും. കുറച്ച് നാളൊക്കെ ഓടും അങ്ങനെ. ഈ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക, സ്വിച്ച് ഓഫ് ചെയ്താലും ഒരു 50 സെക്കൻഡ് 10 സെക്കൻഡെങ്കിലും 20 സെക്കൻഡെങ്കിലും അത് കറങ്ങിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. കാരണം ഡിസ്കണക്റ്റ് ആയി പോയി, ലൈവ് ബന്ധം പോയി. എന്നാലും കറങ്ങുന്നത് പോലെ ഇത്രയൊക്കെ ഉള്ളൂ അനേക കറക്കങ്ങളൊക്കെ. അപ്പൊ എന്താണെങ്കിലും ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന നമുക്കുണ്ട്. അത് ദൈവജീവൻ, ആ ജീവൻ അകത്ത് വരുമ്പോഴാണ് നാം മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്ന വാസനകൾക്ക് നമ്മൾ വരത്തുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞു വിടുകയാ. നോക്കിയേ, നമ്മൾ പണ്ട് പഠിച്ചതാണ് യഥാർത്ഥ വിഷനെ കുറിച്ച്. പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ വിഷൻ? ഞാൻ ആദ്യം ഇവിടെ കയറിയപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഇവിടെ എടുത്ത ആദ്യത്തെ ക്ലാസ്സാ. എന്താ? ദർശനം. വാക്യം ഏതാ? ഒന്ന് പറഞ്ഞേ. അങ്ങനെ വിടുകയാവില്ല. ഒന്ന് പറഞ്ഞേ, ഏത് വാക്യം പഠിച്ചത് നമ്മൾ? ഞാൻ ആദ്യമായി ന്യൂ ലൈഫിലൂടെ കയറിയപ്പോൾ ആദ്യമായി എടുത്ത ക്ലാസ് അതാണ്.
പറ 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 പറ. ദർശനം എത്രയോ 10, 20, 15 ക്ലാസ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച ക്ലാസ്സാ. ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷ് കറക്റ്റ് വാക്കാ. വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ, പരിജ്ഞാനമില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്ന. മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാ? വേർ ദർ ഇസ് നോ വിഷൻ, അല്ലേ, പീപ്പിൾ പെരീഷ്. നാശം എന്ന് പറഞ്ഞ നരകത്തിന്റെ വാക്കാ. പെരീഷ്, നാശം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാക്കാ. നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ കഴിയും. വാക്ക് നോക്കിയേ, ആ ദർശനമാണ്. ഒരുവന് ദർശനമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയമായിരിക്കും. ഇന്ന് അനേക സഭകളും ദർശനമുണ്ട് നമുക്ക്, ഗോ ഗ്രോ ഗോ, ശരി തന്നെയാ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ദർശനമുണ്ട്. ഇതൊക്കെ നമ്മുടെ ദർശനങ്ങളാ. ജോസഫ് എന്ന് പറഞ്ഞ എന്താ ബോംബെയിലുള്ള ഒരു പാസ്റ്റർക്ക് ദർശനമാണ് ഗ്രോ. ഇത് പിന്നീട് വന്നതാ, പുള്ളിക്ക് ദർശനമാണ്. പുള്ളിക്ക് പിന്നീട് കിട്ടിയതാ, പിന്നീട് എഴുതി ചേർത്തതാ ഇതെല്ലാം. നോക്കി, നമ്മുടെ ദർശനമാണ്, അല്ലേ, ദൈവം നമുക്ക് തരുന്ന, വ്യക്തിപരമായി തരുന്ന ദർശനങ്ങൾ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ ഒട്ടനവധി കിലോമീറ്റർ സഞ്ചരിച്ചു, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ലക്ഷത്തോളം ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അത് ദൈവം എനിക്ക് തന്ന ദർശനമാണ്. പക്ഷേ ആ ദർശനം കൊണ്ട് എനിക്ക് നിത്യത കിട്ടണമെന്നില്ല. എനിക്ക് വേണ്ടത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദർശനമാണ്. പണ്ട് പഠിച്ചതുപോലെ ഓർമ്മയുണ്ടോ? ദൈവത്തിന് അറിയാം, അതൊക്കെ മറന്നുപോയി. വേണ്ട, ഞാൻ ഇനി പറയാൻ പോയ എന്നോട് ആ ക്ലാസ് യൂട്യൂബിൽ കാണുമായിരിക്കും, എടുത്തു കേൾക്കുക. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദർശനം അറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മളെക്കുറിച്ച് ഭയങ്കര ദർശനമാണ്. നമുക്ക് ഇന്ന് സങ്കടം കിട്ടും, ഇന്ന് ചെയ്യണം, അല്ലേ, അത് ചെയ്യണം, നമുക്ക് അവിടെ സുവിശേഷം പറയാൻ പോകണം, നമുക്ക് അവിടെ സഭ തുടങ്ങണം. ശരിയാ, ഓടി നടന്ന് ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, 100 പേർക്ക് സഭകളെ സ്ഥാപിച്ചു, ഒക്കെ ശരിയാ. എനിക്ക് അവിടെ 100 വേലക്കാർ, ഇവിടെ 100 വേലക്കാർ, ഒക്കെ ശരിയാ. പക്ഷേ എത്തേണ്ട പർദീസ് എത്തത്തില്ല. കാരണം അത് എൻ്റെ വ്യക്തിപരമായി ദൈവം നൽകിയ ദർശനമാകാം, അത് എൻ്റെ ദർശനമാകാം. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്. ഈ ക്ലാസ് എടുത്ത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഓർത്താൽ മതി, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദർശനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ പർദീസയിൽ ഞാൻ എത്തിപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങൾ ജയിച്ച് അവനോട് കൂടി ആയിരിക്കുവാൻ. ഈ രണ്ട് ദർശനം, ഈ രണ്ട് ജീവൻ ഒരേപോലെ നമുക്ക് ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് പോവുകയാണ്. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥമായ, എനിക്ക് ദർശനം, ആ ഒരു വിഷയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ പിക്ചറിൽ ആക്കി വെച്ചതാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മിണ്ടിയില്ല നിങ്ങൾക്ക്. 2 ജീവനുള്ളവർ, ആ ജീവൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ നിത്യതയിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആരാണെങ്കിലും മരിച്ചിട്ടും വേണമെങ്കിൽ ചെല്ലാം. നേരത്തെ പറഞ്ഞ പോലെ, അല്ലേ, മരിച്ചും വേണമെങ്കിൽ ചെല്ലാം. രക്ഷിക്കപ്പെട്ടവനാ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ മരിച്ചിട്ടും ചെല്ലാം. ഈ ഗർഭിണികളായ കുഞ്ഞുങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടൊന്നുമില്ല, നിങ്ങൾ പോലും പറയും കേട്ടിട്ടുണ്ട്. ഗർഭിണികളായ കുഞ്ഞുങ്ങളകത്ത് നോക്കി, ചില ചാവുള്ള എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ, എന്താ ചാവിള്ള അല്ലേ, ചാവിള്ള എന്ന് പറയുന്ന സാധനം വയറ്റിൽ കിടന്ന് മരിച്ചു പോയതാ പറയുന്നത്, അങ്ങനെയല്ലേ? ഞാൻ കേട്ടത് ചരിത്രം മാത്രമേ, എനിക്ക് വലിയ അറിവൊന്നുമില്ല. ചാവിള്ള എന്ന് പറയാൻ, വയറ്റിൽ കിടന്ന് ഗർഭിണികളായിരിക്കുന്ന ഒരമ്മയുടെ ഉദരത്തിൽ, വിവാഹത്തിന് ശേഷം ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആ കൊച്ചു ചത്തുപോകുമ്പോൾ, എന്താ പറയുക, ചത്തുപോകുമ്പോൾ വരുന്ന പേരെ ചാവിള്ള. അത് പുറത്തു വരുമ്പോൾ ഗുണ്ടയിട്ടാ വരുന്നത്, അല്ല, ശവമായിട്ടാ വരുന്നത്, അങ്ങനെയല്ലേ? എന്താ മിണ്ടാതിരിക്കുന്ന എല്ലാവരും? മരിച്ചിട്ടാ പുറത്തു വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ 8-9 മാസമൊക്കെ കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ, അല്ലെ, അപ്പനും അമ്മയെ സൂക്ഷിച്ച് അതിനെ വളർത്തി അകത്തിട്ടൊക്കെ നല്ല നോക്കി, ഹോസ്പിറ്റലിൽ കാണിച്ച് ഒക്കെ നോക്കി, ഡേറ്റ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് ജീവനോടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒന്ന് മരിച്ചിട്ട് പുറത്തു വരുന്നു, മറ്റത് ജീവനോടെ പുറത്തു വരുന്നു, അല്ലെ, ജീവൻ നഷ്ടമായി വരുന്നു, ജീവനോട് വരുന്നു. ഈ 2 വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ശ്രദ്ധിക്കണേ, ഉണ്ടാകാം. കാരണം നമ്മുടെ ജീവിതം പോലെ ഇരിക്കും. ജീവൻ നഷ്ടപ്പെട്ടാണോ ഞാനിവിടെ ലോകത്ത് കർത്താവിൻ്റെ സന്നിധി, അല്ലെങ്കിൽ അവിടെ ആ സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ആയുസ് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ പോകുന്നത് ഞാൻ മരിച്ചിട്ടാണോ അതോ ജീവനോടെയാണോ? ഈ ചോദ്യത്തിന് മുമ്പിൽ ചിലരൊക്കെ ഓട്ടത്തിനിടയിൽ കൂടി അബോർഷൻ ചെയ്ത് കളയുന്ന ആൾക്കാരും ഉണ്ട്. മനസ്സിലായില്ലേ? ഇച്ചിരി നന്മ കയ്യിലൊക്കെ വന്നു കഴിയുമ്പോഴേ പിന്നെ പോയ വഴി അങ്ങോട്ട് പോകും, കൊന്നിട്ട് അങ്ങ് പോകും. മനസ്സിലായില്ല, പിടുത്തം കിട്ടിയില്ല. അത്ര വലിയ പൊട്ടന്മാരൊന്നുമല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നല്ലേ, പറഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? ചില ലോകത്തിലെ നന്മകളുടെ മുമ്പിൽ, ലോകത്തിലെ, അല്ലേ, ചില ബഹുമാനത്തിന്റെ മുമ്പിൽ കൊന്നുകളയാൻ പോലും മടിക്കാത്ത തലമുറയാണ് നമ്മുടെ തലമുറ.
കർത്താവിനെ ഞാൻ പറഞ്ഞ അകത്ത് വന്ന ദൈവജീവനെയും പുതുമനുഷ്യനെയും നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വലിയ മനോഹരമായ ആ മനോഹരത്വം കാണാൻ കാത്തിരിക്കുന്നവനെ ചില നന്മ വരുമ്പോൾ വെറുതെ കൊന്നുകളയുവാൻ. ഞാൻ പണ്ടുണ്ട് കത്രികയിട്ടിട്ട് കൈയും കാലും മുറിച്ച് കളഞ്ഞ പടം ഞാൻ എവിടെ കാണിച്ചിട്ടുണ്ട് പണ്ടിവിടെ. അതുപോലെ കളയുന്ന ആൾക്കാരെയും എനിക്കറിയാം. ഞാൻ സഭയെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടംപോലെ നല്ലൊരു വലിയ കൂട്ടം എനിക്ക് പരിചയക്കാരുണ്ട് ഈ ഇന്ത്യ മുഴുവൻ പലയിടത്തായിട്ട്. ഹല്ലേലൂയ. ചില ലോക നന്മകൾക്ക് വേണ്ടി ബഹുമതികളൊക്കെ കർത്താവിനെ കൊന്നുകളയുന്നവർ, ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാർ. അത് ശരി, കറക്റ്റ് വാക്കല്ലേ അല്ലേ? യുദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാർ. വേറെ എങ്ങും വേണ്ടെന്ന്, പുറത്തൊന്നും വേണ്ട. എന്തിനാണ് അകത്ത് മതി, എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ ഒന്ന് ജീവൻ നഷ്ടപ്പെട്ട് ചാപിള്ളയായി ജനിച്ചേക്കാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. രണ്ടാമത് ജീവനോടെ നമുക്ക് ജനിച്ച് അവിടെ ചെല്ലാൻ കഴിയും. മൂന്ന്, ഈ യാത്രയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അബോർഷൻ ചെയ്തല്ലേ, കൊന്നുകളഞ്ഞ് മനഃപൂർവ്വം ആ നിത്യനഷ്ടമാക്കി നമുക്ക് ചെല്ലാൻ കഴിയും. ഈ ലോകത്തെ സ്നേഹിച്ച് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് നമ്മളെ വിട്ടുപോയി. കാരണം ചില ലോകത്തെ സ്നേഹിച്ച്, അപ്പൊ ലോകത്തിൽ എന്തോ നന്മ കിട്ടിക്കാണാം, നമുക്കറിയത്തില്ല ഏത് നന്മയാണെന്ന്. എന്താണെങ്കിലും ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വ്യഭിചാരികളായുള്ളവരെ യാക്കോബ് 4:4 ഞാൻ പറയുന്നത്. എന്നാൽ യാക്കോബ് 4:4 എന്താ പറയുന്നത്? വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഒരു കാമുകൻ, എനിക്കൊരു ഭർത്താവുണ്ട്, പക്ഷെ ആ ഭർത്താവ് എനിക്ക് പോരാ, ലോകമെന്ന് പറയുന്ന കാമുകനും കൂടി വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അവരെ കർത്താവ് വിളിക്കുന്ന വ്യഭിചാരിണികൾ അല്ലേ? എന്താണെങ്കിലും ഇതൊക്കെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിൽ വിജയിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. എത്ര സന്തോഷമുണ്ട്. ചത്തൊന്നും പോയി അവിടെ പോയി അല്ലേ മരിച്ചിട്ട് ഈ പറയുന്നത് ചാവുള്ളയായിട്ടൊന്നും അവിടെ എത്തിക്കരുതേ. എത്തുകയാണെങ്കിൽ ജീവനോട് എത്തണം. നമ്മൾ അല്പനാളും കൂടി കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്. ഈ യുഗത്തിൽ ഇതുവരെ ഉണ്ടാതിനേക്കാൾ ഏറ്റവും അധികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കാലഘട്ടത്തിന്. കാരണം ഈ യുഗത്തിലാണ് കർത്താവ് വരാൻ പോകുന്നത്. ഇവിടെയൊന്നും അത്ര വലിയ വയസ്സന്മാർന്ന് ഈ കൂട്ടത്തിലൊന്നുമില്ല. അപ്പം എല്ലാവരും കർത്താവിൻ്റെ പ്രത്യക്ഷത വന്ന് കാണും. നമ്മുടെ സമയത്തെക്കുറിച്ച് പഠിച്ചതൊക്കെ കണക്ക് കുടിച്ചാൽ ഏകദേശം അത് വന്നിരിക്കുക. തേർഡ് വേൾഡ് വാർ, ഇപ്പൊ ഇറാനെ സപ്പോർട്ടായത്, ഇപ്പൊ വടക്കേ അറ്റത്ത് നിന്ന് പ്രവാചകൻ പറയുന്ന പോലെ വടക്കേ അറ്റത്ത് നിന്ന് അവർ കടന്നു വരും. മേഘം അല്ലേ, മേഘത്തിന്റെ എന്താ പറയുക മേഘത്തിന്റെ ഫ്ലൈറ്റുകൾ വരുന്നൊക്കെ പറഞ്ഞതുപോലെയൊക്കെ സമയം തൊട്ട് പടിബാധിക്കില്ല. ഇറാനെ സപ്പോർട്ടായി റഷ്യ വരാൻ പോവുക. ഇതെല്ലാം അവസാന നിമിഷങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം ഇതൊക്കെ പണ്ടേ പ്രസംഗിച്ചതൊക്കെ കർത്താവ് നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ കാണുമ്പോൾ ഈ വചനത്തെ നമ്മൾ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? 15 വർഷം മുമ്പ്, ഞാൻ 17 വർഷം മുമ്പ് പ്രസംഗിച്ചു തുടങ്ങിയതൊക്കെ. ആധാർ കാർഡിനെ കുറിച്ചും എന്താ പറയുക ഫാസ്ടാഗിനെ കുറിച്ചൊക്കെ അന്ന് പ്രസംഗിച്ചപ്പോൾ ഡിനിലിന് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭ്രാന്ത് തന്നെയായിരുന്നു അതൊക്കെ. അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ നമുക്ക് എത്ര സ്തുതിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ മതിയാവത്തില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് ജീവനോടെ ചെല്ലുക എന്നുള്ളതാ നമ്മുടെ കാര്യം. ഓക്കെ, നമുക്കറിയാം എവിടെയാണ് നമ്മുടെ പുതുമനുഷ്യൻ ജനിച്ചത് നമുക്കറിയാം അല്ലേ? എവിടെയാണ് പുതുമനുഷ്യൻ ജനിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ജനനം സംഭവിച്ചതൊക്കെ നമുക്കറിയാം. പക്ഷെ എവിടെയാണെന്നൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു. എവിടെ ജനിച്ചത്? നമ്മുടെ ഹൃദയത്തിനകത്ത്. നമ്മുടെ പുതുമനുഷ്യന് ജനനം എവിടെയാ? ആത്മാവിൽ മാത്രം. ആത്മാവിൽ ദൈവജീവൻ വരികയും. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? ഒരു മനുഷ്യന് അവന് ശരീരമുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. അതുപോലെ തന്നെയാണ് പുതുമനുഷ്യനും. അവൻ ആത്മാവിൽ ദൈവജീവൻ കൊടുക്കുന്നു. ഞാനിവിടെ 28:36 അല്ലേ? എസെക്കിയേൽ 28:36 വാക്യം. ഞാൻ അവരൊരു പുതിയ ഹൃദയം കൊടുക്കും, പുതിയ ആത്മാവിനെ വായിച്ചോ. എത്ര വാക്യോ? 28:36 അല്ലേ? 25. ആ നോക്കിയേ, ഞാൻ നിനക്കൊരു പുതിയ ആത്മാവിനെ തരും. പുതിയ ആത്മാവല്ല, നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ജീവൻ നൽകി ഒരു പുതുതാക്കി തരും നമുക്ക്. രണ്ടാമത്, ദുഷ്ടഹൃദയം കല്ലായ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പുതിയ മാംസമായ അല്ലെ ദൈവാനുരൂപമായ ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് തരിക. അതാണ് നമ്മുടെ സോൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതുപോലെ നമ്മുടെ അതുകൊണ്ട് ഹൃദയത്തിനകത്താണ് ഒരു പുതിയ ജനനം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പണ്ട് പഠിച്ചിട്ടുണ്ട്, വിട്ടുപോകുക. ഓക്കെ, നമുക്ക്
പഠിച്ച കാര്യമായി വിട്ടുപോവുകയാണ്. നിത്യതയിൽ സഹോദരിമാരുണ്ടാവില്ല എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ. ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ച ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാ? നിത്യതയിൽ പുത്രിമാരില്ല, പുത്രന്മാരേ ഉള്ളൂ. ആ ഈ ഭൂമിയിലെ ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് സഹോദരിമാർക്ക് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് വ്യത്യാസം വെച്ചുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അവയവങ്ങൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ സ്ത്രീയും പുരുഷനും അവയവങ്ങൾക്ക് വ്യത്യാസമേ ഉള്ളൂ. അത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറയുവാൻ, ഇപ്പോൾ നിയമത്തിലേക്ക് വരുമ്പോൾ മക്കളെ പരിപാലിച്ച് അവർക്ക് വേണ്ടി ഒരുക്കുക എന്ന് പറയുന്ന ചില ദൈവിക പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാണ് അവയവങ്ങൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം സ്വർഗീയ ദൂതതുല്യന്മാരും അല്ലേ, ദൂതതുല്യന്മാരും. ഇവിടെ ബാക്കിയുണ്ടല്ലോ, ഇവിടെ ഞാൻ ഇവിടുത്തെ ലൂക്കോസ് 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന് യേശു ഉത്തരം പറഞ്ഞു, ഈ ലോകത്തിലെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിന് മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യന്മാരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർ ഇനി മരിപ്പാനും കഴിയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അല്ലേ, പുത്രന്മാരായി നമ്മളൊക്കെ മാറ്റപ്പെടാൻ പോവുകയാണ്. ആണല്ലോ. ഇവിടെ ഇത്രയും അല്പസമസ്തകളുള്ള നമ്മുടെ ദൈവം ഏൽപ്പിച്ച പ്രൊജക്റ്റ് ഉണ്ട്, അതങ്ങോട്ട് തീർക്കുക, അത്രയേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവ തിരഞ്ഞെടുപ്പ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം, പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി 2:7 പറഞ്ഞു ശരീരമുണ്ടാക്കി. എന്നിട്ട് അടുത്ത വാക്യം പറയും മനുഷ്യൻ ജീവനുള്ള ദേഹിയെ തീർന്നു. മനുഷ്യനെ ഉൽപ്പത്തിയിൽ ദേഹിയിലാണ് നിർത്തിയത്, സ്വയത്തിൽ നിർത്തി അല്ലേ, ഹൃദയത്തിൽ നിർത്തി അല്ലേ. വാക്ക് ശരിയാണോ നിങ്ങൾക്ക്? പണ്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓടിച്ചു വിടുക. ദൈവ മനുഷ്യനെ സോളിൽ നിർത്തി. എന്നിട്ട് അവർ ടെസ്റ്റ് വെച്ചതാ, ഒരു ടെസ്റ്റ് വെച്ച് അവൻ ഏത് തിരഞ്ഞെടുക്കുമെന്ന് അല്ലേ. നമുക്കറിയാൻ കഴിയും, ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ ആത്മാവിലേക്ക് പോകേണ്ടത് പകരം അവർ എന്താ പറയുക, ജഡത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു പോയി എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഞാൻ ഇത് പറയുമ്പോൾ മനസ്സിലായിക്കോളും നിങ്ങൾക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ ജീവന്റെ വൃക്ഷം പറിച്ചു കഴിച്ച് ജീവങ്കിലേക്ക് വളരണമെന്നായിരുന്നു, ദൈവജീവൻ പ്രാപിക്കണമെന്നായിരുന്നു ദൈവീയ പ്രൊജക്റ്റ്. എന്നാൽ എന്നിട്ട് അല്ല, ഇവിടെ ദേഹി ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് ജീവങ്കിലേക്ക് സമൃദ്ധിയിലേക്ക് വളരണമെന്നായിരുന്നു ദൈവത്തിന്റെ ഹിതം. എന്നാൽ മനുഷ്യൻ ചെയ്തത് നേരെ ജീവന്റെ വൃക്ഷം പറിച്ചു തിന്നാതെ നേരെ ശരീരത്തിന്റെ ഇഷ്ടം നന്മ തിന്മ വിഷം പറിച്ചു കഴിച്ച് ജഡത്തിലേക്ക് മാറ്റപ്പെട്ടു പോയത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് പിന്നെ നേരത്തെ ഈ പറഞ്ഞ വാക്യം അവിടെ വരുന്നത്, ഇവിടെ പറയുന്നത് അല്ലേ. ഉൽപ്പത്തി 6-ാം അധ്യായമൊക്കെ പറയുമ്പോൾ അവർ തനി ജഡം തന്നെയല്ലയോ, 6-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, 6:3 കണ്ടാന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഉൽപ്പത്തി 6:3 പറയുന്നു മനുഷ്യൻ അവൻ ശരീരത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി, തീരുമാനമെടുത്തത് മോശമായി പോയി. ആത്മാവിലേക്ക് ദൈവജീവനിലേക്ക് തിരിയേണ്ടതിന് പകരം ജഡത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി. വചനം പറയുക അവർ തനി ജഡം തന്നെയല്ലയോ. അതുകൊണ്ടാ ഉൽപ്പത്തി 7-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു പറവകൾ, പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പറവകൾ ചത്തുപോയി, കന്നുകാലികൾ ചത്തുപോയി. എപ്പോഴാ? ന്യായവിധി വന്നപ്പോൾ, ജലപ്രളയം വന്ന് ന്യായവിധി വന്നപ്പോൾ, നോഹയുടെ കാലത്ത് ന്യായവിധി വന്നപ്പോൾ പറവകൾ ചത്തുപോയി, കന്നുകാലിൽ ചത്തുപോയി, കാട്ടുമൃഗം ചത്തുപോയി, നിലത്ത് ഇഴയുന്ന എല്ലാ ഇഴജാതികളും ചത്തുപോയി, ഭൂജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കണ്ടോ ഇത്ര മനോഹരമായ പരിശുദ്ധന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷികൾ, ആത്മാവില്ലാത്ത പക്ഷികൾ ചത്തുപോയി, ആത്മാവില്ലാത്ത അല്ലേ, ദേഹവും മാത്രമുള്ള മൃഗങ്ങൾ ചത്തുപോയി, ഉരകങ്ങൾ ഇഴയുന്ന റെപ്റ്റൈൽസ് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുക മനുഷ്യനും ചത്തുപോയെന്ന്. അപ്പോ ആത്മാവിന്റെ പുറകെ പോകേണ്ട മനുഷ്യൻ, ആത്മാവിന്റെ ഹിതമറിയേണ്ട മനുഷ്യൻ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് ആത്മാവിൽ വളരേണ്ട മനുഷ്യൻ ചെയ്യാതിരുന്നപ്പോൾ നഷ്ടമായെന്നറിയാമോ? വെറും പട്ടി ചാകുന്ന പോലെ ചത്തു എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ. ഒരു മൃഗം ചത്ത് റോട്ടി കിടക്കുക. ഞങ്ങൾക്ക് അറിയാം, റോട്ടിൽ പോകുമ്പോഴല്ലോ ചില തവളകൾക്ക് പിന്നെ മസിൽ പിടിച്ചിരിക്കുന്ന കാണാം, ഇഷ്ടംപോലെ കാണാമെന്നല്ലേ. അവസ്ഥ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ചത്ത ഒടിക്കുക അവിടെ കിടക്കുക കാണാം. അത്രയേ ഉള്ളൂ. എന്തോരം ഞങ്ങള് കയറ്റിന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വണ്ടി കയറി പോവുക, അത്രയും ഉറക്കപ്പിച്ചില്ല വണ്ടി ഓടിക്കുന്നത്. കിലോമീറ്ററിലൊക്കെ ഞങ്ങൾ ആന്ധ്രയിലും കടപ്പ അല്ലേ റെനിഗുണ്ട എവിടെയൊക്കെയാണ് കടന്നു പോകുമ്പോൾ ഈ നോക്കൂല എത്ര മസിൽ പിടിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആത്മാവില്ലാത്ത മൃഗങ്ങൾ ചത്തുപോകുന്ന പോലെ മനുഷ്യൻ ചത്തുപോകുമ്പോൾ അവൻ്റെ ദാരുണമായ അന്ത്യം നോക്കി. അതുകൊണ്ടാ സോക്രട്ടീസ് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ, ഒരു അല്ലേ ശിഷ്യൻ ചോദിച്ചതുപോലെ മഹാനായ മനുഷ്യൻ ആരാണെന്ന്. യഥാർത്ഥ മനുഷ്യൻ ആരാ?
വേറെ ഒന്നുമില്ല. തൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയുന്നവൻ ഒന്ന്, ആ ആത്മാവിന് ഇരിപ്പിടം ഉറപ്പിക്കുന്നവൻ രണ്ട്. ഇത് അതുകൊണ്ടാ മനുഷ്യൻ തിരഞ്ഞെടുപ്പ് അവനെ മോശമായി പോയി. അതുകൊണ്ടാ ഏഴാം അധ്യായത്തിൽ മനുഷ്യനും ചത്തുപോയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്, അല്ലേ? എന്താ പറയുന്നത്? കർത്താവ് പിന്നീട് ഞാൻ ആഴമായി എടുക്കും. യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ സമയത്ത് ആ 3 ദിവസം അവിടെയായിരുന്നു, ഞാൻ പിന്നീട് എടുക്കും അതിനെക്കുറിച്ച്. അനേകരും വിശ്വസിക്കുന്നത് കർത്താവ് ഇറങ്ങിപ്പോയി സുവിശേഷം പറഞ്ഞ് അവിടെ സുവിശേഷം പറയുന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. അല്ലേ? അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നരകത്തിൽ പോയി കിടന്നിട്ട് കർത്താവ് നമ്മളെ രക്ഷിക്കൂലേ? സുഖമല്ലേ? എത്ര ഭോഷത്വമായ പഠിപ്പികളാണെന്നറിയാമോ? ചത്തുപോയെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുക, അല്ലേ? അപ്പുറത്തെ വീട്ടിലൊരാൾ അവിടുത്തെ എന്താ പറയുക, ഒരാൾ എന്തെങ്കിലും പേര് പറ, അയാൾ നമ്മൾ ചത്തുപോയെന്ന് പറയൂ? ഇല്ല, മരിച്ചുപോയെന്നാ പറയുന്നത്. എവിടെയോ യാത്ര പോയി, എവിടെയോ പോയി മരിച്ചുപോയെന്നാ പറയുന്നത്. ചത്തുപോയെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ പട്ടി മരിച്ചുപോയെന്ന്. ഇപ്പൊ പുതിയ പെണ്ണുങ്ങൾ കുറെ നാടമാതാമാരും സായിപ്പന്മാരും പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ പട്ടി മരിച്ചുപോയി, ഞാൻ അവന് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തായിരുന്നു, പക്ഷെ മരിച്ചുപോയി. അവനും ബോധമില്ലാത്തോട്ടാണ്, അവന് ആത്മാവ് മരിച്ചു കിടക്കുക. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല, അല്ലേ? പക്ഷെ അപ്പുറത്തെ ഒരു മനുഷ്യൻ മനുഷ്യൻ മരിച്ചു പോയെന്നാ പറയുന്നത്. അത് ആത്മാവ് എവിടെയോ പോയി, നമ്മൾ എല്ലാവർക്കും ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിനേക്കാൾ കഷ്ടമാ മനുഷ്യൻ ആത്മാവിനെ കുറിച്ചും അറിവില്ലാതെ ദൈവജനത്തിന്റെ പോലും ഗതികേട്. അത് ഇതാ നമ്മൾ. ഓക്കെ, എന്തുമാകട്ടെ. അതുകൊണ്ട് റോമർ 7:5 പറയുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ, ആ വാക്ക് മനോഹരമായ വാക്ക. റോമർ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന് മരിച്ചു എന്ന് പറയിപ്പിക്കുന്ന ആ വേദവാക്യത്തിൽ 25 വാക്യം മാത്രം അടങ്ങുന്ന ഐ കോംപ്ലക്സ് 40 പ്രാവശ്യം ഐ മീ മൈൻ എന്നൊക്കെ പറയുന്ന, ഞാൻ ചീത്ത വിളിച്ചല്ലേട്ടാ, പറയുന്ന ആ ഐ കോംപ്ലക്സ് കഴിച്ചിട്ട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന അവിടെ പറയുന്ന വാക്യമാ, നാം ജഡത്തിലായിരുന്നപ്പോൾ. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, എന്നെ അറിയാമോ? എൻ്റെ അപ്പനാരെന്നറിയാം, ആ ജഡത്തിലായിരുന്നപ്പോൾ. സത്യം പറഞ്ഞാൽ മനുഷ്യൻ പാപം നിമിത്തം എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറെ കഴിയുമ്പോൾ തനി ജഡത്തിന് സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും. നോക്കിയേ, സത്യത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത് നാം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് ജീവങ്കിലേക്ക് വളരണം. നമ്മുടെ വിഷയം ഇന്ന് അടുത്ത ആഴ്ച പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാ, ജീവങ്കിലേക്ക് വളരണമെന്നുള്ളതായിരുന്നു. കാരണം ദൈവജീവന് മാത്രമേ എന്നെ ആ ദൈവത്തെ അല്ലെ യേശുവിനെ പോലെയാക്കി മാറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ പഠിച്ചത് കൊണ്ടോ ബൈബിൾ സ്കൂളിൽ പഠിച്ചോളൂ ഒന്നും കഴിയത്തില്ല. ആ ജീവന്റെ പ്രകൃതമാണ് നമ്മൾ വെളിപ്പെടുന്നത്. ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. ജീവന്റെ പ്രകൃതമാണ് എന്നിൽ നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് എത്രത്തോളം ആ സോളിൽ നിർത്തിയ മനുഷ്യൻ ഉൽപ്പത്തിയിൽ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് എത്രത്തോളം വളർന്നു, അത്രത്തോളം അവൻ ദൈവാനുരൂപമായി, അല്ലെ, സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് വന്നേനെ. പക്ഷെ നഷ്ടപ്പെട്ടു പോയി നമുക്കറിയാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്യം ഉണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ആ വാക്യമൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ശരിക്കും നമ്മുടെ ജഡമോഹങ്ങളും ജഡയിച്ചകളൊക്കെ സത്യത്തിൽ പറഞ്ഞ് നമ്മൾ ആ ദൈവജീവൻ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കാരണമായി തീർന്നു. പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ അകത്ത ജഡമോഹങ്ങളും ജഡയിച്ചകളും ലോകത്തിലെ പ്രശസ്തിയും മാനവങ്ങളും, അല്ലേ? ഇതല്ലേ ആ കസേരയ്ക്ക് വേണ്ടി ഇപ്പോഴും എല്ലായിടത്തും അടി. നമ്മൾ മോശക്കാരൊന്നുമല്ലോ. ആ കസേര, ആ ബഹുമതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് ഈ പിടിവലിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ റോമർ 16-ാം അധ്യായമൊക്കെ എഴുതിയിട്ടുണ്ട്, ചക്രവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നമ്മൾ വഞ്ചിക്കുന്നു. അവരുടെ അവസാനം നാശം, വീണ്ടും നരകത്തിന്റെ വാക്ക്. അവരുടെ വയറ് ദൈവം വയറ്, ലജ്ജയായില്ലവർക്ക് മാനം. ഭൂമിയിലുള്ളവർ ചിന്തിക്കുന്നു, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ ആരാ? അനിഷ്ട മനുഷ്യന്മാർ. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കണ്ട, അവർ ജനിക്കാതെ നീ കൊള്ളാമായിരുന്നു. യൂദയോട് പറഞ്ഞ വാക്ക, ഞാൻ പറഞ്ഞ വാക്കല്ല, യൂദയോട് പറഞ്ഞ വാക്ക. അവൻ ജനിക്കാമായിരുന്നെങ്കിൽ, നാം വീണ്ടും ജനിക്കാതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്ന അർത്ഥം. അത്രയും പരിതാപകരമായ കാര്യമാ ഈ ആയുസ്സിലേക്ക് വേണ്ടി കർത്താവിൽ പ്രത്യാശ വെച്ചാൽ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗതുല്യൻ. ചത്തുപോയി. ഉൽപ്പത്തി 7-ാം അധ്യായത്തിൽ 22-ാം വാക്യം, മനുഷ്യർ ചത്തുപോയി എന്ന് പറയുന്ന അതേ വാക്യങ്ങളാ. കാരണം അറിയാമോ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് ജീവങ്ങളിലേക്ക് വളരേണ്ട മനുഷ്യൻ വെറും നഷ്ടപ്പെട്ടു. ഇത് നമ്മോട് പറയുക, നമുക്കൊരു ജീവന്റെ വൃക്ഷമുണ്ട്. പണ്ട് കർത്താവ് ജീവന്റെ വൃക്ഷം ഏതെങ്കിലും വെച്ചു, ഇന്നും ജീവന്റെ വൃക്ഷമുണ്ട്. എവിടെയായിരിക്കുന്നത്? എവിടെയാ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കിയിട്ട് കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിട്ടുണ്ട്. ആ വചനം വെളിപ്പാട് 19-16
13 16 19 പറയുന്നുണ്ട്, അവന്റെ പേര് ദൈവവചനമെന്നാകുന്നു. യോഹന്നാൻ 1:1 ആദ്യ വചനമുണ്ടായ ദൈവം അല്ലേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കണ്ട ദൈവജീവൻ, ഇരുളിനെ വേർതിരിച്ച ദൈവജീവൻ. 2-3 വാക്ക് കാണാൻ കഴിയും അവിടെ. എന്തുവാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ജഡത്തിന് പുറകെ പോയാൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നമുക്ക് മറന്നു പോകരുത്. ഉൽപ്പത്തിയിൽ ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ ആത്മാവ് നേരെ പാപം ചെയ്ത് ജഡത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ നമ്മൾ റോമർ വായിച്ചു, ജഡത്തിലായിരുന്നപ്പോൾ. നാം എവിടെയായിരുന്നു? ജഡത്തിലായിരുന്നപ്പോൾ. എവിടെയാ ഉൽപ്പത്തി നിർത്തിയത് നമ്മളെ? ഉൽപ്പത്തി ഏതെന്ന് തൊട്ടത്തിൽ മനുഷ്യൻ എവിടെയാ നിർത്തിയത്? ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ 6-ാം അധ്യായം 3-ാം വാക്യം വന്നപ്പോൾ, ഉൽപ്പത്തി വന്നപ്പോൾ, അവൻ തന്നെ ജഡം തന്നെയല്ലോ, അവരെ നിർമ്മിച്ചല്ലേ, സൃഷ്ടിച്ചല്ലേ, ഞാൻ പരിതപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവ് റോമർ 7-ാം അധ്യായത്തിൽ പറയുക, നാം തനി ജഡത്തിലായിരുന്നപ്പോൾ. അപ്പൊ അതിനർത്ഥം ദേഹിയിൽ നിർത്തിയ മനുഷ്യൻ നേരെ ജഡത്തിലായിപ്പോയി. ഇന്ന് കർത്താവ് നമ്മളെ ദേഹിയിലൊന്നും അല്ല നിർത്തി, നേരെ പൊക്കിയെടുത്തിട്ട് ആത്മാവിൽ കൊണ്ട് നിർത്തി നമ്മളെ. ആ ഒരു മഹത്വമായി നമ്മുടെ കൂടെ ഉള്ളത്. അതിൻ്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആഴം അങ്ങ് വലുതാ. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇന്ന് ജഡത്തിലുമല്ല ദേഹിയിലുമല്ല. ഉൽപ്പത്തി ഏതൻ തൊട്ട് ദേഹിയിൽ നിർത്തി, പാപനിമിത്തം ജഡത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി. എന്നാൽ കർത്താവിന് അറിയാം ഇനി നമ്മളെ എവിടെയെങ്കിലും നിർത്തിയാൽ പണി കിട്ടുമെന്ന്. നമ്മൾ മോശക്കാരനല്ലേ? അത് കർത്താവ് നേരെ പൊക്കിയെടുത്ത് നമ്മൾ ആത്മാവിലേക്ക് നിർത്തി, പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മളല്ലേ. പക്ഷേ ആത്മാവിൽ നിർത്തിയാലും നമ്മോട് പറഞ്ഞു, 2 മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്, ജഡവും ഉണ്ട് ആത്മാവും വെച്ചു അല്ലേ. എന്നിട്ട് പറയാം, നീ ആരനുസരിച്ച് ജീവിക്കുമെന്ന് ഒരു ടെസ്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ചു. എന്ത് വല്ലാത്ത അല്ലേ, കൊലച്ചതിയായിപ്പോ നമ്മുടെ കർത്താവ്. ഇന്ത്യയിൽ ഇങ്ങനെ അന്ന് വീണ്ടും ജനിക്കപ്പോൾ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പിന്നീട് പഠിച്ചപ്പോൾ മനസ്സിലായത്, ആ വീണ്ടും ജനിച്ചപ്പോൾ അങ്ങ് പോയിരുന്നെങ്കിൽ എന്ത് രസമായി പോയാന്നറിയാമോ? ആർക്കും ഇഷ്ടമില്ല. നമുക്ക് ഇവിടെ കിടന്ന് അർമാദിക്കണം, അതാ നമ്മളേക്ക് ആഗ്രഹം. ഇവിടെ കിടന്ന് ഒന്ന് അർമാദിക്കണം. നമുക്ക് സഭയിലാണെങ്കിൽ ഒന്ന് കിടന്നിട്ട് അല്ലേ, സത്യം ഒന്ന് അർമാദിക്കണം നമുക്ക്. പക്ഷെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അറിയുന്ന വിഷമം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ എന്ത് പാകട്ടെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പക്ഷെ അന്ന് പോയിരുന്നെങ്കിൽ ശിശുവായിട്ട് നിത്യതയെ കണ്ടേനെ. ഞാൻ പിന്നീട് മനസ്സിലായി, എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായി, അന്ന് രക്ഷിക്കപ്പെട്ട സമയത്ത് പോയിരുന്നെങ്കിൽ നിത്യത കാണുമായിരുന്നു. ശരിയാ. പക്ഷെ ശിശുവായിട്ട് പിതാവിനെ കുറിച്ച് അറിയത്തില്ല. അറിയാം, ഒരു എന്താ പറയുക, പക്വത പ്രാപിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതല്ല. ഓരോ ദിവസം അവന് നീളവും ഉയരവും ആഴവും വീതിയൊക്കെ ഗ്രഹിച്ച് സകല വിശുദ്ധന്മാരും വിശുദ്ധകളോടുകൂടി നമ്മൾ ഒരുമിച്ച് ഗ്രഹിച്ച് അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അപ്പൻ്റെ പ്രൊജക്റ്റിനെക്കുറിച്ചും നമ്മൾ അറിയുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആ പുരുഷത്വം, ആ 33 വയസ്സിലെ തികവിലേക്ക് നമ്മൾ വരികയാണ്. വ്യത്യാസം മനസ്സിലായോ? ഇനി ജനിക്കുമ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞേക്ക്. അന്ന് പോയിരുന്നെങ്കിൽ. പക്ഷേ ഇതിനിടയിൽ റിസ്ക് ഉണ്ട്. ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് റിസ്ക്കും ഉണ്ട്. റിസ്ക് എടുക്കാൻ പറ്റാത്തവർ നേരത്തെ വെക്കും അല്ലേ. എന്തോ അവിടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം അതുകൊണ്ട് 2 വ്യക്തികൾ നമ്മുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. 2 വ്യക്തികൾ ഞാൻ പറഞ്ഞു മാത്രമല്ല, പേടിക്കുന്ന വേണ്ട. കർത്താവിന് വെളുത്തുവെന്ന് വെച്ചിട്ട് വിചാരിച്ചേക്കരുത്. ജഡവും ആത്മാവും. ജഡം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സന്തതി എന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. പിശാചിന്റെ സന്തതി എന്ന്. ആത്മാവ് ദൈവത്തിന്റെ പുത്രൻ, നമ്മൾ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാറുണ്ട്. കാരണം പിശാച് ഒരിക്കലും പെട്ടെന്ന് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ ഇതിനകത്തേക്ക് പിശാചിന് കയറാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ ക്ഷണിക്കേണ്ടി വരും. ചത്താ മതി എന്നൊക്കെ പറയുമ്പോൾ ഓടിക്കേറി വരും. എന്തോ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ അകത്തേക്ക് വരും അല്ലേ. എത്ര പ്രാവശ്യം പറഞ്ഞേക്കണം നമ്മൾ, ചത്താ മതിയായിരുന്നു, എന്തോ വിളിച്ച ചേട്ടാ നമ്മുടെ അകത്തേക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, പലപ്പോഴും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കകത്ത് പിശാച് ഡയറക്റ്റ് കയറാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ മുതലാണ് നമ്മളല്ലേ. എഫെസ്യർ 1-ാം അധ്യായം 17-ാം വാക്യം പഠിക്കും, നമ്മൾ ദൈവത്തിന്റെ മുതൽ, നമ്മുടെ ദൈവത്തിന്റെ ധനമാണ് നമ്മളാ ദൈവത്തിന്റെ ധനം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഓർക്കണം, അതാ ദൈവത്തിന് അറിയാം. അപ്പോൾ തന്നെ അവന്റെ ഒരു സന്തതി ഇതിനകത്ത് ജനിച്ചിട്ടുണ്ട്. മറ്റവന്റെ സന്തതി, സാത്താന ഒരു കുഞ്ഞ്. ആരാണെന്നറിയാമോ? കർത്തവൻ, ജഡം. അവൻ ഇതിനകത്ത് കിടക്കുകയാ. നമ്മുടെ ദേഹിയോട് പറ്റിച്ചേർന്ന് കിടക്കുകയാ അല്ലേ. അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് നമ്മുടെ അകത്ത് മോഹങ്ങളേക്ക് ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞല്ലേ. നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ നോക്കുമ്പോൾ പുറത്ത് അപ്പം പറയും എടാ നോക്കണം, നീ കയറ്റിവിടറാന്ന് പറയും. ആര്? മോനോട് പറയും. ഏത് മോനാ? ജഡത്തോട് പറയും. അപ്പം നമുക്ക് അത് മേടിക്കാം ഇത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് മോനിങ്ങനെ അകത്തും പുറത്തും കൂടി. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ചിന്ത പറഞ്ഞ് മാത്രമല്ല, എടുക്കുന്ന വേണ്ട. പുറമെ നിന്ന് അപ്പൻ സ്വാധീനിക്കും, അകമേ നിന്ന് മനുഷ്യൻ നമ്മളങ്ങോട്ട് പിടിച്ച് മുറുക്കും. എന്തുവാകട്ടെ, ഈ ജഡം ആത്മാവുണ്ട് നമ്മൾ ഏത് ജീവനിൽ വളരുമെന്നുള്ള കാര്യത്തിൽ ദൈവജീവന് മാത്രമേ നമ്മൾ യഥാർത്ഥമായ ജയിക്കുവാൻ നമ്മളെ കഴിയത്തുള്ളൂ. ഒറ്റ ഞാൻ പറഞ്ഞു വിടുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വിട്ടുപോവുക.
ഒരു 3 വ്യത്യസ്തമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നേരത്തെ വായിച്ചില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ 3:22 പറയാം, പാപനിമിത്തം പുറത്താക്കപ്പെട്ട മനുഷ്യനോട് കർത്താവ് പറയുന്ന വാക്യമാണ് അല്ലേ? യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. നോക്കി, ഇവിടെ പറയും, നമുക്ക് നേരത്തെ വായിച്ച സെയിം വാക്യം തന്നെയാണ്. തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. കർത്താവ് പറയുക, യഹോവ ദൈവം പറയുക, മനുഷ്യൻ ഇതുപോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അടുത്ത വാക്യം പറയുക, ഇപ്പോൾ കൈനീട്ടി ജീവവൃക്ഷത്തെ ഫലം കൂടി പറിച്ചു നിന്നാൽ എന്ത് സംഭവിക്കും? എന്നേക്കും പാപിയായിട്ട് ദൈവത്തോട് കൂടി വാഴും. അതാ വാക്യം മനസ്സിലായി. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം അല്ലെങ്കിൽ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്നേക്കും ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തനാക്കുന്നതാണ്. ഞാൻ ഒറ്റവാക്കി പറഞ്ഞാൽ അത് വിടുകയാണ്. നമുക്ക് ഇതൊക്കെ വിവരിക്കാൻ ഒരുപാട് സമയം വേണ്ടി നമുക്ക്. ഇതൊക്കെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ ഏദൻ തോട്ടത്തിൽ നിൽക്കുകയാണ്, പാപം ചെയ്തു, അവർ വീണുപോയി, കർത്താവ് യാഗം അർപ്പിച്ചു, യഹോവ ഒക്കെ ശരി തന്നെയാണ്, ഒക്കെ ശരിയാ. പക്ഷേ ഇനിയും ഞാനിവിടെ നിർത്തിയാൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് അത് കഴിച്ചാൽ ഇപ്പം എന്ത് കിട്ടും? എന്നേക്കും ജീവിക്കുവാനുള്ള ദൈവജീവനും കൂടി കിട്ടും. എങ്ങനെ ജീവിക്കും? പാപിയായിട്ട് അല്ലേ? അതുകൊണ്ട് ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ ഏദൻ തോട്ടത്തിൽ നമ്മെ പറിച്ചു മാറ്റിക്കളഞ്ഞത്. നമ്മുടെ കോപം നിമിത്തം മാറ്റി ഏദൻ പർദീസിൽ നിന്ന് എന്നെ നിങ്ങളെ ആദനെ പുറത്താക്കിയത് കോപം നിമിത്തം മാറ്റിയതല്ല, സ്നേഹം നിമിത്തം മാറ്റിയതാ. കാരണം പാപിയായിട്ട് നിത്യത ജീവിക്കാൻ വേണ്ടിയില്ല, വിശുദ്ധനായി, നിർമ്മലനായി, നിഷ്കളങ്കനായി യേശുവിനെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മളെ പുറത്തേക്ക് മാറ്റിയിട്ട് ആ ഭൂമിയിലിട്ട് നമ്മളെ പണിതെടുത്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയും. അതാ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴാണ് നമുക്ക് ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. പാപിയായിട്ട് എന്നേക്കും നിത്യത എന്നേക്കും ജീവിക്കാതിരിക്കുവാൻ അവൻ നമ്മെ പുറത്താക്കിയിട്ട് ഇന്ന് നമുക്ക് ദൈവജീവൻ നൽകി നമ്മുടെ ആ പഴയ ദേഹിയൊക്കെ തകർത്ത് കളഞ്ഞ, അല്ലെങ്കിൽ പറയാല് ജഡത്തെ തകർത്തുകൊണ്ട് നമ്മുടെ എത്രത്തോളം ആ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കുവാൻ നമ്മളിന്ന് ഒരു ഒരുക്കമെടുക്കുന്നെങ്കിൽ, സമർപ്പണം എടുക്കുന്നെങ്കിൽ തീർച്ചയായും ആ പർദീസയിൽ നമ്മളവിടെ കാണും. ഈ വാക്യം അത്രമാത്രം ആഴമുണ്ട്. നമുക്ക് അധികം വിവരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമുണ്ട്. പാപത്തിൽ വീണ മനുഷ്യനെ എന്നേക്കും പാപിയായി ജീവിക്കാതിരിപ്പാൻ, അല്ലേ? എന്നേക്കും പാപിയായി എന്നുവെച്ചാൽ ജീവവൃക്ഷത്തിന്റെ ഫലത്തിന് ഒരു മനുഷ്യനെ നിത്യതയോളം തുടരുവാനുള്ള കഴിവുണ്ട്. അത്രയും വലിപ്പമുണ്ട് ആ ജീവന്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പാപി എൻ്റെ കൂടെ ജീവിക്കേണ്ട, നിഷ്കളങ്കനായി, അല്ലെങ്കിൽ എന്താ പറയല്ലേ, നിർമ്മലനായ വിശുദ്ധനായവൻ മാത്രം എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അതിനുവേണ്ടി ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ രോഗം മാറ്റുവാനോ നമ്മുടെ കടബാധ മാറ്റുവാനോ ഒന്നുമല്ല കർത്താവ് വന്നത്. പാപിയായി എന്നെ ചേർക്കാൻ കഴിയത്തില്ല, അത് എന്നെ വിടുവിച്ചെടുത്ത് നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ചിട്ട് എന്നെ അവൻ്റെ എന്നേക്കും ജീവിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയ ആ ജീവനാണ് നമ്മൾ രാത്രി ഭാവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവന് വേണ്ടി തന്റെ ജീവനെ തകർത്തിട്ട് നമുക്ക് ആ ജീവൻ നൽകിയത്. എത്രയോ വിശുദ്ധന്മാർ, എത്രയോ ആൾക്കാർ ആ ജീവനെ പ്രാപിച്ചു. എത്രയോ പേർ ആ ജീവനെ എന്താ അല്ലേ അബോർഷൻ ചെയ്ത് കളഞ്ഞു. എത്രയോ പേർ അബോർഷൻ ചെയ്ത് കളഞ്ഞു. എത്രയോ പേർ ചത്തിട്ടും ഇന്നും ജീവിക്കുന്ന ആൾക്ക് എത്ര ആ ജീവന്റെ മഹത്വം അറിയാത്തോണ്ടാ ഞാൻ ആ വാക്യം പറയാ, എന്നേക്കും ജീവിപ്പാൻ. വെളിപ്പാട് പുസ്തകം ഈ വാക്ക് 3 ഇടത്തിട്ടാ പറയുന്നത്. വെളിപ്പാട് നരകത്തെക്കുറിച്ച് പറയുമ്പോഴും ചില ഈ ഹിന്ദു മതം, ക്രിസ്തീയ മതങ്ങൾ, മറ്റു മതങ്ങൾ, ഞാൻ ജാതീയ മതങ്ങളെ കുറിച്ചാണ് പറയുക, ക്രിസ്തീയ മതങ്ങൾ, ഖുർആൻ, അവരൊക്കെ പറയുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, പാപിയായിട്ട് മരിച്ചുപോയാലും അവനെ കുട്ടിനരകത്തിൽ കൊണ്ട് ഇട്ടിട്ട് ശുദ്ധീകരിച്ച് എത്രയോ വർഷങ്ങൾ അവരുടെ ശുദ്ധീകരിച്ചിട്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായം പറയുന്നത് അവരെ ശുദ്ധീകരിച്ചിട്ട് അവരെ ഹൂറികൾ മാലാകമാരോട്, നമ്മുടെ നാട്ടിൽ പറയാം മതമാരോടൊക്കെ അല്ലെ കല്യാണം കഴിപ്പിച്ച് സ്വർഗത്തിൽ ജീവിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ക്രിസ്തീയ മതങ്ങളിലെ, സാധാരണ ക്രിസ്തീയ മതങ്ങളിലെ അവരും വിശ്വസിക്കുന്നത് കൊണ്ടുപോയിട്ട് ഇവിടെ നേർച്ച കാഴ്ച വഴിപാടുകൾ ഭൂമിയിൽ ചെയ്യുമ്പോൾ മക്കൾ എന്താ കുർബാന ഇതൊക്കെ അല്ലേ ഈ വല്ല നവംബറിലൊക്കെ ഇങ്ങനെ സാധനമൊക്കെ ചെയ്യുമ്പോൾ എന്ത് വെള്ളമാനിയ ആനമാനി അല്ലേ ആനവെള്ളമൊക്കെ തളിച്ച് അല്ലേ വലിയ പാവങ്ങൾക്ക് എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്ത് അവസാനം മക്കൾ ചെയ്യുന്ന സൽപ്രവൃത്തികളും അച്ഛനെ വിളിച്ച് കുമ്പസാരവും കോതാശയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാ, ശുദ്ധീകരിക്കുമെന്നാ. അതൊക്കെ വഷളത്തമായ മനുഷ്യന്റെ മാർഗങ്ങളാ. ഇവിടെ ശുദ്ധീകരണം ഇവിടെ വെച്ച ഇപ്പോൾ അവനവൻ ശരത്തിരിക്കുമ്പോഴാ നമ്മുടെ ശുദ്ധീകരണം നടക്കേണ്ടത്. മതങ്ങളുടെ കബളിപ്പും കാപട്യവാ ഇതൊക്കെ നമ്മളെ. ഇപ്പോൾ ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ ഇപ്പം ആഗ്രഹിക്കുക, ഇപ്പോൾ ചെയ്യുക.
കാരണം ശുദ്ധീകരിപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ശുദ്ധീകരിപ്പാൻ ഇപ്പോൾ മനസ്സില്ലാത്തവന് ഒരിക്കലും ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. കാരണം ആ പരിശുദ്ധിയുടെ ആത്മാവാണ് ഞാൻ നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത്. കാരണം ജഡത്തെയാണ് നമ്മൾ മോഹിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ പരിശുദ്ധിയുടെ ആത്മാവിനോട് നടക്കാൻ കഴിയത്തില്ല സഹോദരങ്ങളെ. വിശുദ്ധിയെ കുറിച്ച് സാങ്ക്ടിഫിക്കേഷൻ എന്ന ക്ലാസ് നമുക്കുണ്ട്. വിശുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി പഠിക്കും. നമ്മുടെ കഴിവ് ഒന്നും അല്ലത്, നമ്മൾ ഉണ്ടാക്കുന്നതോ വെച്ച് കെട്ടുന്നതോ ഒന്നുമല്ല. അകത്ത് വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം മാത്രമാണ് നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞു വിടുക, എന്നേക്കും ജീവിക്കുവാൻ. അപ്പൊ അത്രയും വലിപ്പമുണ്ട് ദൈവജീവന്റെ വലിപ്പം. അന്ന് വെച്ചു ജീവവൃക്ഷത്തിന്റെ ഫലം വെച്ചു, അത് നമുക്കറിയാം, അത് യേശുവിനെ നിഴലായിരുന്നു, നമുക്കറിയാൻ കഴിയും. പക്ഷെ അത് പറിച്ച് കഴിക്കേണ്ടതിന് പകരം സൺഡേ മാത്രം ചർച്ചിൽ വന്നു പോയ ആൾക്കാരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? സൺഡേ മാത്രം വന്നു പോകും ആദവും ഹവ്വയും. ബാക്കി ബൈബിൾ തുറക്കത്തുമില്ല, ഒന്നും പഠിക്കത്തുമില്ല, ഈ ജീവവൃക്ഷത്തിൽ പറിച്ച് തിന്നത്തുമില്ല. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞതല്ല, ഈ ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് പറഞ്ഞതാ. കയ്യിൽ എല്ലാം ഉണ്ട്, കയ്യിലും വൃക്ഷം, നമ്മുടെ ജീവവൃക്ഷമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും തുറക്കത്തില്ല. നമ്മൾ തല നിറച്ച് ലോകം നേടാനുള്ള, ലോകം വെട്ടിപ്പിടിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി നടക്കുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം സഭക്കകത്ത് ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് ആ നിത്യജീവനിലേക്ക് വളരുവാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ, അല്ലേ? നമ്മുടെ ഓട്ടം നോക്കി, നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പാട്ടുകാരൊക്കെ കയറിക്കോ. നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച നമുക്കുള്ളൂ. ഏറിയാൽ 70 80 ഞാൻ പറയത്തൊന്നുമില്ല. ഈ ഇരിപ്പ് കണ്ടിട്ട് 80 പോകത്തില്ല. അപ്പൊ ഏറിയാൽ 70 അത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏറിയാൽ 70 അവിടെ പറഞ്ഞ് ഞാൻ വിടുത്തിടുക. നോക്കി, അതിനു മുമ്പായിട്ട് ഒരു മെഴുകുതിരി കത്തി അമരുന്നത് പോലെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ തീർച്ചയായും നിത്യതയെ നമുക്ക് കാണാൻ കഴിയും. കാരണം അകമയുള്ളവൻ മനുഷ്യൻ വളരുമ്പോഴാണ് പുറമെയുള്ള മനുഷ്യൻ തകരത്തുള്ളൂ. അല്ലാതെ തകരാൻ നോക്കണ്ട. ഏതെങ്കിലും 10 ദിവസം ഉപവസിച്ചത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ, ഏതെങ്കിലും മല കയറിയത് കൊണ്ടോ ഒന്നും നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ഉടയത്തില്ല. ഉടയനായക കാരണം അകമയുള്ള മനുഷ്യന്റെ വളർച്ച അത്രത്തോളം വലിപ്പമുണ്ടോ, അത്രത്തോളം നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ തകർന്നു പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അകമയുള്ള മനുഷ്യൻ വളരുവാൻ നമ്മുടെ ഒന്നേ ഉള്ളൂ, പിതാവിനെ കുറിച്ച്, പിതാവിന്റെ ഭവനത്തെക്കുറിച്ച്, നിത്യയിൽ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച്, അവിടുത്തെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് അത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം ഞാൻ ശക്തിപ്പെട്ടിരിക്കും, അല്ലേ? ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ അപ്പനെ എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞ് അപ്പനുണ്ട്, അപ്പൻ തിരക്കാന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തി. അപ്പൻ ആരാന്നോ എനിക്ക് ഉണ്ട്, ഇവിടെ ആളൊക്കെ ഉണ്ടെന്ന് വളർത്തി. പക്ഷെ ഞാൻ വലുതായി ഒരു 10-25 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനെ അന്വേഷിച്ചപ്പോൾ അച്ഛൻ ഇവിടുത്തെ അംബാനിയാണ്. ഒരു ഉപമ പറഞ്ഞ കേട്ടാ, ഇവിടുത്തെ ഏറ്റവും വലിയ അംബാനിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ഇന്നലെ വരെ എന്താ പറയുക, സാധാ ഉടുപ്പിട്ട് ആൾക്കാരുടെ മുമ്പ് ഇങ്ങനെ നടക്കുന്ന പോലെയാണോ ഞാൻ നടക്കുന്നത്? കാരണം ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഈ കേരളം ഭരിക്കുന്ന ആനുമാവട്ടെ, എക്സാമ്പിൾ പറയുക, വലിയ അംബാനിയുടെ മോനാണെന്ന് അറിയുമ്പോൾ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു, കാണാൻ കാത്തിരിക്കുന്നു, എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹമായ പിതാവും കൂടിയാണെന്ന് അറിയുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ, അല്ലേ? വാക്കുകൾക്ക്, പ്രവർത്തികൾക്ക്, ചിന്തകൾക്ക് മാറ്റം വരികയാ. അതുപോലെയാണ് എൻ്റെ അപ്പനെ കുറിച്ച് ഞാൻ അറിയുമ്പോൾ, എൻ്റെ നിത്യ വാസലങ്ങൾ, എൻ്റെ അവകാശങ്ങൾ, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കും. സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, അവകാശമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ അകമയുള്ള മനുഷ്യൻ വളരാൻ തുടങ്ങും. അപ്പോൾ അറിയാതെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചോണ്ട് പോകുകയാണ്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വീട് നോക്കുമ്പോൾ കൊള്ളാം, വലിയ വീടാ, അല്ലേ? 2 കാറുകൾ നമ്മുടെ വീടിന് മുമ്പിൽ കിടക്കുന്നു. എൻ്റെ മോൻ UK അല്ലേ, എൻ്റെ മോള് കാനഡയിൽ അവിടുത്തെ നേഴ്സാന്നൊക്കെ പറയുമ്പോൾ എന്ത് വാക്കാ നമ്മൾ കുറച്ചങ്ങടെ ഹൃദയമൊക്കെ പൊങ്ങി സ്വർഗത്തിലേക്ക് അങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് താഴേക്ക് നോക്കുമ്പോഴില്ല നമ്മുടെ വീടൊക്കെ പൊട്ടിനത്രം പോലും ഉണ്ടാകത്തില്ല, അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ഹൃദയം ഇതാണ്, മുകളിലേക്ക് ഉയരത്തോടത്തോളം കാലം നമ്മുടെ ഹൃദയം മുഴുവൻ ഇവിടത്തല്ലേ കിടക്കും. എത്രത്തോളം നമ്മൾ ഹൃദയം ഉയർന്നുവോ അത്രത്തോളം ഭൂമിയിലെ നന്മകളൊക്കെ വെറും ചപ്പും ചവറുമായി കാണാൻ കഴിയത്തുള്ളൂ. ചുമ്മാ പൗലോസിന്റെ വാക്യം എടുത്ത് 2 വാക്യം പറഞ്ഞുകൊണ്ടൊന്നും ചപ്പും ചവറും പോകത്തില്ല സഹോദരങ്ങളെ. അത് ചേർത്ത് പിടിക്കും, നമ്മൾ വാരിക്കൂട്ടി നമ്മൾ വീട്ടിൽ ചേർത്ത് വെക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ചപ്പും ചവറുമായി എണ്ണെങ്കിൽ എൻ്റെ ഹൃദയം അതിനേക്കാൾ വലുത് കാണാൻ തുടങ്ങി, ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിനൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വലിയ മോഹങ്ങളായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? തൽക്കാലം ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ജീവനിലുള്ള പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ ബാക്കിയുള്ള കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ഈ സമയത്ത് നമുക്ക് എഴുതിക്കാം. കർത്തൃകാഹളം കാലേ കർത്തൃകാഹളം
പാടട്ടെ. പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടെ ആകാശം പേർ വിളിക്കും നേരം കാണും ശബ്ദമുയർത്തി. പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരി ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ ഒന്ന് ചെവി ചേർത്ത് വിളിച്ച് പേർ ആ ഒരു ദിവസം വിളിക്കും നേരം എന്നെ നിങ്ങളെ പേർ വിളിക്കുന്ന ദിവസം പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും. പേർ ഒന്ന് ശബ്ദം വിളിച്ച് പറഞ്ഞേ, വിളിക്കും അപ്പാ നേരം കാണും ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ പേരെന്താ? പേർ ആ വിളി ദിവസം ഞങ്ങൾ ചെവി ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ അപ്പാ. വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ കർത്തൻ പേർക്ക് കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തെങ്ങനെ കർത്തൻ ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്ക് കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തെങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ ഒന്ന് വിളിച്ച് പേരും പേർ വിളിക്കും. പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേർ വിളിക്കും. പേർ യേശുവേ. വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം യേശുവേ. കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ ആകാശത്തിനപ്പുറമുള്ള എന്റെ നിങ്ങളുടെ മനോഹരമായ അപ്പന്റെ പ്രദേശം ക്രിസ്തനിൽ നിദ്ര കൊണ്ടിരുന്നു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ അതുകൊണ്ട് സന്തോഷത്തോടെ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും. പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും കർത്തൻ പേർക്ക് രാപ്പകൽ കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ
ജീവിതാന്ത്യത്തിൽ പേർ ആ പേർ വിളിക്കുന്ന നേരം ദിവസം കാണും എൻ പേരും കർത്തൻ പേർക്ക് കർത്തൻ പേർ പകലധ്വാനം ഞാൻ നമ്മൾ ചെയ്ത ഓരോ ചെറിയ വേലകളും അവൻ നാമത്തിന് വേണ്ടി പകരക്കാൻ നിന്ന് ആ സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു ദിവസം എന്റെ ഇന്നയുടെ പേർ വിളിക്കുന്ന ദിവസമുണ്ട്. ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും അതുകൊണ്ട് പേർ വിളിക്കും ശബ്ദമുയർത്തി നേരം യേശുവേ കാണും ഞങ്ങളുടെ പേർ വിളിക്കുന്ന നിമിഷം അവിടുത്തെ ചേർന്ന് കേട്ട് വരുവാ. പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും. പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ജോർജ് ബ്രദർ നമ്മളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. ചില കാര്യങ്ങൾ ഒറിജിൻ ഉള്ളവരാണ് ഇന്ന് ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലും ഇവിടെ കടന്നു വന്നേക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ വാക്ക് കർത്താവ് ആ ഒറിജിൻ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമുക്കിവിടെ വരുവാനായിട്ട് കഴിഞ്ഞുള്ള കാര്യം നമുക്കറിയാം. കാരണം എന്നറിയാമോ, ഇന്ന് അനേകം ഒറിജിനലാത്ത കാര്യങ്ങൾ പുറത്തു നടക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ അവന്യൂ റീജിയൻ്റെ ജോലി എടുക്കുന്ന ആളാണ്. അവിടെ ഇപ്പോഴില്ല, പണ്ടൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും കുറേ കാര്യങ്ങൾ വരും. അവർ കളഞ്ഞ കാര്യങ്ങളാണ്. ആ കളഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് അവിടെ വിൽക്കും. അവർ മനോരമ പേപ്പറിൽ വലിയൊരു പരസ്യം കൊടുക്കും. ഫാക്ടറി റിജക്റ്റ് ആയ ഫാക്ടറി സാധനങ്ങളാണ്, അവിടെ വെള്ളപ്പൊക്കമുണ്ട്, അങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു, വളരെ വലിയ വെളിയപ്പുള്ള സാധനങ്ങളാണ്, അത് പകുതി വിലക്ക് നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞ് ആളുകൾ ഇടിച്ചു കയറും. ഇടിച്ചു കയറിക്കുമ്പോൾ അവർ കൊണ്ടുവന്നെന്നറിയാമോ, അവിടെ നിന്ന് കളഞ്ഞതും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞ കാര്യങ്ങൾ ഈ വലിയ പരസ്യത്തിൽ അവരെടുത്തുകൊണ്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകം കാര്യങ്ങൾ നടക്കുന്നത് ദൈവം തള്ളിക്കളഞ്ഞ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്നാൽ ഇന്ന് പ്രിയരെ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കാൻ ആളില്ല. നമുക്കറിയാം, വലിയ വലിയ ഷർട്ടിന്റെ കമ്പനികളിലൊക്കെ ചെന്നാൽ ലോട്ടോന്റെയും പീറ്റർ ഇംഗ്ലണ്ടിന്റെയും ഷർട്ടുകൾ ചെന്നാൽ അവിടെ ആരുമില്ല. എന്നാൽ അതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവർ ഒന്നോ രണ്ടോ ഉള്ളെങ്കിലും അവിടെ ചെന്ന് ആ വില കൊടുത്ത് അത് മേടിച്ചുകൊണ്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന്റെ ഹിതമുള്ളത്, ദൈവ തേജസ്സിലേക്ക് നടത്തുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു കൃപ ലഭിച്ചു. നമ്മുടെ ബ്രദർ പറഞ്ഞ പോലെ ആ നിത്യതയുടെ ദർശനം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇന്ന് പാസ്റ്റർ പറഞ്ഞൊരു വചനമുണ്ട്. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാനം പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രന്റെ കാലയളവിൽ ഈ സത്യവിശ്വാസം എവിടെയെന്ന് കർത്താവ് പോലും അന്വേഷിക്കും. ഹല്ലേലൂയ. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, സുവിശേഷത്തിന്റെ സത്യവചനത്താൽ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, ആ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ സ്വർഗത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ നിക്ഷേപം കെട്ടുപോകരുത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, വിശ്വാസം കണ്ടെത്തുമോ? എന്നാൽ അതേ കാര്യം പാസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാളില മനുഷ്യപുത്രൻ വരുമ്പോൾ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗങ്ങളെ സൗഖ്യമാക്കി എന്ന് പലരും, പല ആളുകളും, അനേകം പേർ പറയും. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളെ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അന്നാളിൽ ആ വിശ്വാസം അനേകർക്കുണ്ട്. ഏത് വിശ്വാസം? ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന ആ വിശ്വാസം അനേകർക്കുണ്ട്. പക്ഷേ ആ വിശ്വാസം കൊണ്ട് ആരും സ്വർഗത്തിലേക്ക് കയറില്ല, അതിന്റെ പടിവാതിക്കലെത്തില്ല. അവർ പോകുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ്.
എന്നാൽ കർത്താവ് അന്വേഷിക്കുന്ന വിശ്വാസം എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. തേജസ്സിലേക്ക് നയിക്കാൻ വന്നവൻ ആ തേജസ് പ്രാപിച്ച് യേശുവിന്റെ സ്വഭാവമുള്ളതാക്കി നമ്മളെ മാറ്റും. അല്ലെങ്കിൽ മാറ്റിയാൽ ഒരേ കാണാത്ത കാര്യങ്ങളിലേക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വിശ്വാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് അനേക സഭകളിൽ ഈ വിശ്വാസം അടച്ചു കളഞ്ഞുകൊണ്ട് മറ്റു വിശ്വാസത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അനേകർ ചത്തുപോയപ്പോൾ ജീവനുള്ളവരായിരിക്കാൻ ഈ ഒറിജിനലുകൾക്ക് ദൈവം കൃപ തന്നതാണ്. ആ കൃപക്ക് എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അനേകരില്ലെന്ന് കരുതരുത്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന് പുറകെ, ഈ പരിജ്ഞാനത്തിന് പുറകെ ഓടുവാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആദ്യം പാസ്റ്റർ ചോദിച്ച കാര്യം, നിങ്ങൾ ഇന്ന് കർത്താവ് വരുമ്പോൾ ആരെങ്കിലും പോകുവാനുണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ നിത്യത എന്നുള്ള ബോധ്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇന്ന് അനേകർ എവിടെ പോകാനാണെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സഭകൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജോർജ് ബ്രദർ പറഞ്ഞ ഒറിജിൻ, ആ നിത്യ ദർശനം, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ ആ പ്രത്യാശ നമ്മളിൽ നിന്നും പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുവേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ വിശ്വാസം കണ്ടെന്ന് കർത്താവ് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ നിറണം. കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ആ പ്രത്യാശ അണഞ്ഞു പോകാതെ കർത്താവിന്റെ വരവോടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വന്നവർക്ക് എല്ലാവർക്കും ദൈവം ഒരിക്കൽ കൂടി നന്ദി പറയുക. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു സൂക്ഷിക്കുവാൻ നമുക്കൊരിക്കൽ കൂടി കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്നും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ നിരിക്കുവാൻ, ആ പ്രത്യാശ കേൾക്കുവാൻ, ആ സ്വർഗീയ ആ ദാനത്തെക്കുറിച്ച് അറിയുവാൻ എന്ന കൃപക്ക് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പ. ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും ഇളകാതെ അടിസ്ഥാനപ്പെട്ടൊരു സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തെ നിലനിൽക്കുവാൻ തക്കവണ്ണം അങ്ങനെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തന്മാരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അന്ത്യകാലത്ത് പിറുപിറുപ്പുകാരും പരാതിക്കാരും ആവലാതിക്കാരും അനേകർ പറയുന്നു കർത്താവെ, ഒരു പരാതിയുമില്ലാതെ, ഒരു പിറുപിറുപ്പുമില്ലാതെ, ഒരാവലാതിയുമില്ലാതെ കർത്താവ് തന്നതിൽ തൃപ്തന്മാരായി വിശ്വാസത്തോടെ നിൽപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം വണങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും വൈകുന്നേരത്തെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന് വരവരെ നമ്മളെല്ലാം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.